ഡിസ്പ്ലേ ക്യാപ്ഷൻ. അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. വെൽക്കം 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 ബാക്ക് വെൽക്കം ബാക്ക് വെൽക്കം ബാക്ക്. ഹലോ ഹലോ അണ്ണാ അണ്ണ മനസ്സിലായോ? ഇല്ല, ആരാണ്? അതെ TGന്റെ ഹോസ്റ്റേജ്. ആ മനസ്സിലായി മനസ്സിലായി. പറ 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 പറ. അണ്ണ ബർത്ത്ഡേ ആണ്. എടാ മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഹാപ്പി ബർത്ത്ഡേ ടാ. അണ്ണാ സജീവനും മെസ്ബയും ഒക്കെ ഉണ്ടോ അവിടെ? ആ അതെ, ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട്. ഓക്കെടാ ഓക്കെടാ, ഞാൻ വിളിക്കാവേ. ഇന്നെന്താ കൊറേ അധികം പൂച്ചെണ്ടുകളുണ്ടല്ലോ. ചന്ദ്രൻ എത്തിയല്ലേ? ചന്ദ്രനല്ലേ പുറകിക്കുന്നേ? ഞാനോർത്തി ബാക്കിൽ കിടന്ന് തുള്ളുന്ന ചന്ദ്രനായിരുന്നു. അപ്പാപ്പനെന്താ ഇങ്ങോട്ടൊക്കെ? ഞാൻ കാണാത്തോണ്ട് ചോദിച്ചതാണേ. അപ്പാപ്പ ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇന്ന് സൈസോണല്ലേ? ഇതാ ഈ മുടി വളർത്തിയത്? ഞാൻ ഒരു കാര്യം പറഞ്ഞു കേട്ടാ. ഞാൻ നിങ്ങൾക്ക് ഒരു മോനെ ഉള്ളല്ലേ? ഒരു മോനോ? എനിക്ക് ഒന്നിലല്ല, രണ്ടു മക്കളല്ലേ. ആരൊക്കെ? പിന്നെന്തിനാ അങ്ങനെ പറഞ്ഞ വീഡിയോയില്? ഏത് വീഡിയോയില് ഒരു മോനെ ഉള്ളെന്ന് പറഞ്ഞു? അതുപോലെ എനിക്ക് ഞാനതും അല്ലാതെ കേട്ടപ്പോ എനിക്ക് വിഷമമായി. അപ്പാപ്പനങ്ങനെ പറയുന്നത് തോന്നുന്നുണ്ടോ? കേട്ടപ്പോ ചങ്ക് തകർന്നു പോയി എന്റെ. രണ്ട് ചങ്കും. ഓ ഇരട്ടക്കനാണല്ലേ? പിന്നെ എടാ നമ്മുടെ കൊറേ പേരില്ലല്ലേ ഇന്ന്? നമ്മുടെ എല്ലാരും ആടത്രി കാണാൻ പോയല്ലേ? മലത്തോട്ടം പോയി. എല്ലാമാരും കറക്റ്റ് ദിവസം തോളത്തിരുന്ന് വരുന്നത്. എടാ എന്റെ ലീഡർ ടാഗ് കാണുന്നില്ലടാ. അതെങ്ങനെയായിരുന്നു ഇതിരുന്ന? പുതിയ PC ആണ്. അവിടെ കണ്ടു തുറന്നാ മതിയാണ്. കണ്ണൊന്നും തുറന്നേ. കണ്ണു അത്രല്ല ജോക്കി എന്ത് ചെയ്യ? ജോക്കി ഉറങ്ങുവാണെന്നോ? ശരി. ഒന്ന് വിളിച്ചേ, ഒന്ന് പെട്ടെന്ന് വിളിച്ചേ, വരാൻ പറഞ്ഞു. ആ ആണെന്ന് തോന്നുന്നു. ഒരു മിനിറ്റ് നിങ്ങൾക്ക് കേൾക്കുന്ന എന്റെ ഹലോ സാറേ. ഇപ്പൊ ശരിയായില്ലേ? വാ വാ വാ, നമുക്ക് ഗ്യാങ്ങിലോട്ട് പോവാം. വാ വാ വാ. ഞാൻ ഇവിടെ നിന്ന് എന്റെ വണ്ടി എടുത്തിട്ട് വരാം. എടാ ഞാൻ പറയുന്നത് കേക്കാവോ നിനക്ക്? ഇപ്പഴും കേക്കാവോ ഞാൻ പറയുന്നേ? എടാ എന്റെ പുഷ് ടോക്ക് അല്ലടാ. പോടാ ഇറങ്ങിക്കേറേണ്ടി വരുമോ? അതല്ലെങ്കിൽ ഓഫാക്കി ഓണാക്കി വെക്കും. ഈ പുഷ് ടോക്കിന്റെ ബട്ടൺ മാറ്റുന്ന കൺട്രോൾസിൽ എവിടെയായിരുന്നടാ? ഈ ബൈൻഡിങ്സിൽ 5M അല്ലേ അത്? എടാ ഈ കീ ബൈൻഡിങ്സിൽ 5M പുഷ് ടോക്ക് മാറ്റുന്നത്? അതോ GTA ഓൺലൈൻ? വോയിസ് ചാറ്റിലല്ല, കീ ബൈൻഡിങ്സിൽ GTA ഓൺലൈൻ. ജോക്കി കേക്കാവോ? ഓ ഓക്കെ സെറ്റ്. വാ നമുക്ക് ഗ്യാങ് ഹൗസിലോട്ട് പോവാം. എന്റെ വണ്ടിയാണ്. ഒരു മിനിറ്റ്, ഞാൻ ഗണ്ണ് ഒന്നുകൂടെ സെറ്റിങ്സ് ഒന്നുകൂടെ മാറ്റിക്കോട്ടെ. ആ ബട്ടൺ അല്ലായിരുന്നു. ഞാൻ നോർമലി വെക്കുന്ന ബട്ടൺ തൊട്ടിപ്പുറത്തെ ബട്ടണായി പോയി. GTA ഓൺലൈൻ വണ്ടിക്കകത്ത് നോക്കരുത്. എന്താ ജോക്കി?
നോക്കരുത് മുഖത്തോട്ട് നോക്കരുത് അത്ര തന്നെ. അതെന്താ? നോക്കരുതടാ, നോക്കരുതെന്ന് പറഞ്ഞാൽ നോക്കരുത്. ഇല്ല നോക്കരുത്. എടാ എല്ലാരും ഗ്യാങ്സിനകത്ത് അകത്തോ. ഈ മ്യൂസിക് ഒക്കെ എന്റെ ഓണായി ജോക്കി. ചന്ദ്ര നീ എല്ലായിടത്തും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം കേട്ടാ. വിത്ത് എക്സലന്റ് അഡ്മിൻ ഒന്ന് പ്ലീസ് അതൊന്ന് ആ എക്സ്പീരിയൻസ് നീ ഞങ്ങളുടെ ഷെയർ ചെയ്യണേ. അത് പ്ലീസ്. ഗ്രേറ്റ് എക്സ്പീരിയൻസ്. അണ്ണനും കൂടി അവിടെ സാറ്റിസ്ഫൈ ചെയ്യാൻ അഡ്മിനെ സാറ്റിസ്ഫൈ ഉണ്ടായിരുന്നുകൊണ്ട് കുറച്ചുകൂടി ബെറ്റർ ആയി. നാണം ഉണ്ടോടാ നാണം. എടാ എല്ലാവരും സന്തോഷമായില്ല അണ്ണു. ഇവിടെ ഇതാര് ബാബു എന്നാ? ബാബു ആ എന്ത് ഹെൽമെറ്റ് എടുത്ത് മാറ്റി എടാ എല്ലാവരോടും റേഡിയോ കണക്ട് ചെയ്യാൻ പറഞ്ഞോ. ഇതെല്ലാവരും കത്തിപ്പോയോ എല്ലാരും? വീഡിയോ കേക്കോ? സൂപ്പർ. ബാബു വരുമോന്നോ? ബ്രോ അവൻ ആക്റ്റീവ് അല്ലല്ലോ. അവൻ ഇനാക്റ്റീവ് അല്ലേ. അവൻ വല്ലപ്പോഴും അല്ലേ വരുള്ളൂ. അതാ ഞാനും ആലോചിച്ചേ. ഹലോ സുഖമാണ്. ആരാ? എന്താ ഇങ്ങനെ പറഞ്ഞ? നിനക്ക് എന്തെങ്കിലും ഞാൻ ഇപ്പൊ പറഞ്ഞ മനസ്സിലായോ? ആ നിന്റെ സൗണ്ട് എനിക്ക് അങ്ങനെ കേക്കണേ. ആന്റണി. ആ പറ ആന്റണി, എന്തോ പറ്റി? എന്തോ കേട്ടില്ല. നമ്മൾ തമ്മിൽ ഒരു പരിചയമില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഈ നമ്പറിൽ വെറുതെ വിളിക്കണേ? മുതുക്കുന്ന ആരാന്ന്? നിന്റെ സൗണ്ട് ഒന്നും കേക്കുന്നില്ലടാ. ബാബു ഫുൾ ടൈം ഈ ജോക്കി ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് പഴയ പോലെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്തത്. ഈ കംബാക്കിന്റെ ഒരു ഓളം കഴിയുമ്പോൾ പുള്ളി തിരിച്ചു പൊക്കോളും. അതുവരെ ഇത് സഹിച്ചേ പറ്റൂ. ആ നമ്പർ ഇടടാ. ഞാൻ കണ്ടില്ല. നീ എന്തോ പേരിട്ടിരുന്നു? നീ എന്തോ ഷെയർ ചെയ്ത് തന്നെ? ഞാൻ ഒരു മെസ്സേജിലായിരുന്നു. പേര് ഞാനിപ്പോ കണ്ടായിരുന്നു മുതുക്കിൽ. അതാ ഞാൻ പറഞ്ഞത്. ഫുൾ ടൈം ഇപ്പോ ഇവിടെ തന്നെയാണ്. എന്തോ ചുറ്റിക്കളി ഉണ്ട്. ഞാൻ അത് പിടിക്കാനുള്ള പരിപാടിയിലാണ്. ഇടയ്ക്ക് വിളിക്കാം. ഹാപ്പി ആയിട്ടിരിക്ക്. ഞാൻ ഗ്യാപ്പ് കിട്ടുമ്പോൾ ഗോൾ അടിച്ചു. ഗ്യാപ്പ് കിട്ടുമ്പോൾ വന്ന് കാണാം. ഞാൻ ഹെൽപ്പ് ചെയ്യണോ? എന്താടാ
ഒന്നുമില്ല, ഒന്നും കേൾക്കുന്നില്ലേ? ഞാൻ അവിടെ മെസ്സേജ് വായിച്ചോണ്ടിരിക്കുക. ആ സൂക്ഷിച്ചാണ് വായിക്കുന്നത്, എഴുത്താണ്. ഞാൻ വിളിക്കാം, ഇന്നൊരു ഗ്യാങ് പരിപാടി ഉണ്ട്. ഓഡിയോ അയക്കാൻ പറ്റും. ഓഡിയോ അയക്കാൻ പറ്റുമോ? T47 ഡിസ്മാൻഡിലായി. എടാ T47 ഡിസ്മാൻഡിലായോ? ഇല്ല, കുറച്ച് പ്ലേയേഴ്സ് ലീഡർ ആണല്ലോ നീ. എടാ എല്ലാരും എന്തിയാ അകത്തോട്ട് വാടാ. ചന്ദ്രന്റെ ബാക്കി ഒരാളെ ഇപ്പൊ ഉണ്ടോ? എടാ കോലീഡർ ഗ്യാങ് റേഡിയോ കണക്ട് ചെയ്യും. പക്ഷെ കുഴപ്പമില്ല, സാരമില്ല, എന്റെ തോന്നില്ല. ഒന്നല്ലടാ പോലെ ഒന്നല്ലേ. ഞാൻ ഉണ്ടല്ല കറവറ്റിയ കൈകളുമായാണ് ഇവിടെ എത്തിയത്. കറവറ്റിയ കൈകള് അതറിയാം. അഡ്മിന്റെ കുറെ കറ പറ്റിട്ടുണ്ടോന്ന് എനിക്ക് മനസ്സിലായി. അതിന്റെ കാണുമ്പോഴേ അറിയാം നിനക്ക് മൊത്തത്തിലൊരു ക്ഷീണവും മൊത്തത്തിലൊരു ചുറ്റിക്കളി എല്ലാം ഉണ്ട്. അതല്ല അതല്ല ഒരു സെക്കൻഡ്, ആരോ ഒരാൾ ഞാൻ വേറെ സിറ്റിയിലായിരുന്നു. അവിടെ ഞാൻ കൊന്നും കൊടുത്തും ഹലോ ടീം ഹലോ, ആരാ? ഞാനാ വാസുണ്ടോ? ഷമീറ. ഷമീറേ, അയ്യോ ഞാൻ ഒരു ഈദ് മുബാറക്ക് പറയാൻ വേണ്ടി വിളിച്ചതാ. ഈദ് മുബാറക്ക്. ഷമീറേ, ഇത് മുബാറക്ക് എല്ലാവർക്കും MRC-ലുള്ള എല്ലാവർക്കും ഇത് മുബാറക്ക് പറഞ്ഞേരാ. ടിവിയിലുള്ള എല്ലാവർക്കും വേണ്ടി ഈദ് മുബാറക്ക് എല്ലാരോടും പറഞ്ഞേക്കാം. പറഞ്ഞേക്കാം. ഞാൻ വാർച്ചായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താ പരിപാടി? പരിപാടി ഇന്ന് നമുക്കിവിടെ ചെറിയൊരു ഗ്യാങ് പരിപാടി ഉണ്ട്. ആ ഗ്യാങ് പരിപാടിയിലേക്ക് കിടക്കാൻ വേണ്ടി പോവായിരുന്നു. ആണോ? ഒന്ന് കഴിയുമ്പോ ഫ്രീ ആയിട്ട് വിളിക്കട്ടോ. വിളിക്കാം. ഓക്കെ ശരി വാസം. ഷമീറിന് എന്നോടൊരു ക്രഷ് ഉണ്ട് കേട്ടാ. എടാ ഈ ഷമീറിന് എന്നോടൊരു ക്രഷ് ഉണ്ടേ. ഷമീർ എന്നെ വിളിച്ചിട്ട് ഈദ് മുബാറക്ക് നിന്നോട് പറയാൻ പറഞ്ഞു. എന്നെ വിളിച്ചായിരുന്നു, വന്നപ്പോ തന്നെ എന്നെ വിളിച്ചായിരുന്നു. ഈദ് മുബാറക്ക്. ഞാൻ എന്തൊക്കെ എന്റെ കൈകൾ കണ്ട MRC നോക്കട്ടെ, കൈ കണ്ട്. ഞാനേ കൊറേ പേരെ ഒരു കൊട്ടേഷൻ ടീമിലായിരുന്നു ഞാൻ വേറൊരു നാട്ടിൽ. നീ ആദ്യം എന്നെ കൊട്ടയെന്ന് വിളിക്കാൻ വരുവാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ടീമിലായിരുന്നു. അങ്ങനെ ഒരു സിറ്റി അടക്കി ഭരിച്ചോണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് വിസ കിട്ടിയത്. അടക്കി എന്റെ കാഴ്ചയിലായിരുന്നു ആ സിറ്റിയിലെ എല്ലാ ആൾക്കാരും. ചവിട്ടി ഞാൻ നട്ടല് കുറച്ചില്ലേ കൊറേ എണ്ണത്തിന്റെ. ഏത് സിറ്റി? അത് ഒരു സിറ്റി തെങ്കാശിപ്പട്ടണം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോ പറഞ്ഞു വന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാ അപ്പൊ ഞാൻ കോലീഡറിലോട്ട് അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ഞാൻ ചാർജ് എടുക്കണം അല്ലേ? അല്ലല്ല, ഞാൻ പറയുമ്പോ എടുത്താ മതി. ഞാൻ പറഞ്ഞില്ലല്ലോ ഇതുവരെ കോലീഡറിലോട്ട് ചാർജ്. നല്ലൊരു സുദിനം ആവുമ്പത്തേക്ക് അതുകൂടെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് എന്ത് നല്ല സുദിനം. അല്ല നല്ല സുദിനാണല്ലോ, നല്ല ദിവസം, നല്ല സർപ്രൈസ് ആണല്ലോ ഇന്ന്. ഇന്നൊരു സർപ്രൈസ് ഡേ ആണല്ലോ. അതെ. എനിക്ക് സാറ്റലൈറ്റ് കൂടെ അറിയാൻ പറ്റിയത് പൊറോട്ട അടിയായിരുന്നു നിനക്ക് അവിടെ. ഇല്ല സാറ്റലൈറ്റിലെ കാര്യം ഇവിടെ പറഞ്ഞ സാറ്റലൈറ്റ് കൂടെ അറിയാൻ പിന്നെ പറയണ്ടേ? സാറ്റലൈറ്റ് പറക്കടിയാ പൊറോട്ട. പൊറോട്ട കഴിക്കാറുണ്ട്. ഞാൻ പൊറോട്ട കഴിച്ചിട്ടാണ് ഇതിനെല്ലാം പോകുന്നത്. രാവിലെ ഒരു പൊറോട്ടയും മുട്ടക്കറി. അപ്പൊ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഒന്നുമില്ല വാങ്ങാം. എന്തോ മെസ്സേജ് അടിക്കാൻ വന്നേ കേട്ടാ. നൈസായിട്ട് കെനത്ത് ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദി ഈഗിൾ ഗിവ് മെമ്പർഷിപ്പ് ഗിഫ്റ്റ്. എടാ എല്ലാരും എത്തിയോടാ? എന്തിനാണ് അണ്ണന്റെ ഈ ഡ്രസ്സിന്റെ ഓറ ഇപ്പൊ ഏത് അവരാ ഇത് ഭയങ്കര അണ്ണന്റെ ഡ്രസ്സിന് ഓറ ഇല്ല. സത്യം പറയല്ല, അണ്ണന്റെ ഡ്രസ്സിന്റെ ഓറ ആണെങ്കിൽ മറ്റേ വേണം, കോട്ട് വേണം. അതാണ് ഓറ. ഇതിന് ഓറ ഇല്ല. ഞാൻ ഗ്യാങ് ഡ്രസ് അല്ലേ ഇട്ടേക്കണേ. അണ്ണ ഗ്യാങ് ഡ്രസ് പാന്റ് എന്തിനാണ് ഇത്? പാളയാ? ജെൻസി പിള്ളേരോടെ പിടിച്ചേക്കാൻ വേണ്ടിട്ടേ ഞാൻ. അണ്ണ നമ്മുടെ ഓറ വേറെ ഓറയാണ്. ഈ ജെൻസി ഓറയല്ല, നമ്മുടെ ജെൻസി ഓറയല്ല. നമ്മുടെ ഓറ വേണമെങ്കിൽ അണ്ണ മറ്റേ കോട്ടും മറ്റേ പാന്റൊക്കെ ഇട്ട് ഇറങ്ങി. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ഓറയിലുള്ള പെമ്പിള്ളേരൊക്കെ ചത്തുപോയി. ഇപ്പൊ ജെൻസിൽ മാത്രം ഈ സിറ്റിയിൽ പെമ്പിള്ളേരുള്ളൂ. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലുക്കിൽ കണ്ടു കഴിഞ്ഞാ അണ്ണനെ മനസ്സിലായി, ഒരു അണ്ണൻ ലുക്കില്ല. അണ്ണന് ഒരു പയ്യൻ ലുക്കാണ്.
അണ്ണൻ ലുക്ക് വരണമെങ്കിൽ മറ്റേ അതിട്ടാലേ പയ്യൻ ലുക്ക് മതി തൽക്കാലം. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ജനറേഷനിൽ ആകെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇനി ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു പെണ്ണെന്ന് പറയുന്നത് എലിയാണ്. അവളെ എനിക്ക് കണ്ണടത്താൻ കണ്ടും കൂടാ. മനസ്സിലായോ? അലീനയുണ്ട് ആ അലീന എനിക്ക് അലീനെ പോലെ അടിക്കാൻ പറ്റുമോ? നീ കേട്ടാ പോണ വച്ചല്ലേ? ഞാൻ എന്റെ ആരും നോക്കട്ടെ. ഞങ്ങളുടെ കല്യാണത്തിന് ഞങ്ങൾ 2 വർഷം കഴിഞ്ഞിട്ടേ പ്ലാൻ ചെയ്തിട്ട് അണ്ണനെ അറിയിക്കാം. ഇനി നീ കല്യാണം എന്ന് പറഞ്ഞാൽ തൂറി മുഖത്ത് കെട്ടി എറിഞ്ഞു തരും. ഞാൻ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിന്റെ ഒരു നോയിൽ എനിക്ക് മിസ്സായത് എന്താണെന്നറിയോ? എനിക്ക് എന്റെ ഡാഡിയാണ്. എനിക്കൊരു ഡാഡിയാണ് മിസ്സായത് നിന്റെ നോയില്. നിനക്കത് നോർമൽ നോ ആയിരുന്നു, പക്ഷെ എനിക്ക് അങ്ങനെ അല്ലായിരുന്നു. മനസ്സിലായ? അങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുന്ന തന്ത നമ്മുടെ തന്ത ആവൂല. അണ്ണൻ തന്ത പറഞ്ഞ എലിയുടെ തന്തയാണ്. എനിക്ക് നല്ലൊരു അച്ഛനുണ്ട്. ഭാസ്കരൻ പിള്ള ജോക്കി 2 വർഷം കഴിഞ്ഞിട്ട് കല്യാണം നടത്തി കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു. ജോക്കി പറയണോ? ഈ വില്ലുമോനെ നീ വില്ലുമോനല്ല, ഈ ചന്ദ്രന് 2 വർഷം കഴിഞ്ഞിട്ട് ജോക്കി കല്യാണം നടത്തി കൊടുക്കണമെന്ന്. അല്ല അണ്ണു ഞാൻ പറഞ്ഞു വന്നെന്ന് പറഞ്ഞു. 2 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ പറ്റി ആലോചിക്കണോ വേണ്ടയോ എന്ന് ഞാൻ ചോദിക്കുമായിരുന്നു. പറയോ ആ തുറന്ന എടാ വരുവോ? എല്ലാരും പെട്ടെന്ന് വരുവോ? ഇത് വേഗം വാ. ഇത് എന്ത് ഡാഡി ഡാഡി ആകെ 5 പേരേ ഉള്ളു റേഡിയോയില്. 20K ലൈക്ക് അടിക്കും guys. Come on guys, 20K ലൈക്ക് അടിക്കൂ. ലൈക്ക് ദ സ്ട്രീം. അതിനത് യൂട്യൂബ് സ്ട്രീം അല്ലെന്ന് കേട്ടാ. എടാ ഞാനത് വെറുതെ ഒരു ഫ്ലോയിലങ്ങ് പറഞ്ഞതാ. ഒരു യൂട്യൂബ് സ്ട്രീം വന്നതിന്റെ ആ ട്രെൻഡിങ് ഇതുവരെ മാറില്ല. ഇപ്പോഴും 3 ദിവസം കഴിഞ്ഞിട്ടും ട്രെൻഡിങ് നമ്പർ 7 മാറട്ടെ, അന്നേരം വരെ അടുത്തത്. 3 ദിവസം ട്രെൻഡിങ് നമ്പർ 1 ഫ്ലക്സിങ് ആണോ? പിന്നെ അല്ലാതാ. മെസ്സേജ് നോക്ക്. മിസ് യു. ഫ്രീ ആകുമ്പോൾ വിളിക്കണം. ഫുഡൊക്കെ കഴിക്കണേ. സരക്കണ്ണനെ കണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞിടെ. അണ്ണൻ ഹാപ്പി ആയിട്ടിരിക്കും. മിസ് യു. ഹാപ്പി ആയിട്ട് ഇരിക്കുക. ഫുഡ് ഒക്കെ കഴിക്കുക. ഞാൻ ആരെയും കണ്ടില്ല കഴിഞ്ഞിടെ. ആരെയും ഞാൻ കാണുവാണേൽ അപ്ഡേറ്റ് ചെയ്യാം. കിട്ടുക എന്ത് ബുദ്ധിറോളം എന്ത്? ആ പറയടാ. എടാ ഹരി കിട്ടിയായിരുന്നാ? കിട്ടിയിട്ട് ഞാൻ സെറ്റ് ചെയ്തോണ്ടിരിക്കുക. ഞാനിവിടെ തലച്ച് പറയട്ടെ. സോ ഗൈസ്, നമ്മുടെ ഹരിക്കും അങ്ങനെ PC കിട്ടിയിരിക്കുന്നു. എടാ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ അതിലും കൂടിയ സാധനങ്ങളൊക്കെയാണ് വെച്ചിരിക്കണേ. എനിക്ക് 170 എടുത്തിട്ട് 200 ഉള്ളൂ. എനിക്കൊരു 300-400 ആക്കി തരണേ തത്സമയം കഴിഞ്ഞിട്ട്. ഓക്കെ. അപ്പൊ ഇന്നോട്ട് കസറല്ലേ കസറടി പസ്തക്കടി. ആ എന്താ ചന്ദ്രൻ എന്താ പറഞ്ഞത്? ചന്ദ്ര അതെ വരുന്നത് അതെ. ഇനി ഒരു PC കൂടെ ഉണ്ട് നമുക്ക് വരാൻ. ഹലോ ഹലോ. ആ പറയൂ. എടാ അത് ചന്ദ്രൻ ഒരു സംശയം. ചന്ദ്രന് തന്തയുണ്ടോ? അതായത് എന്റെ ഡാഡി ആണെങ്കിൽ സൂര്യജനതലത്തിന്റെ കൊണ്ട് കളഞ്ഞപ്പോഴേ അതൊന്നും ഇല്ലടാ. ഞാൻ ഡൗട്ട് വയ്ക്കാൻ വേണ്ടിയായിരുന്നു. അല്ല ജോഗി, എന്നെ ഇവിടെ വിളിച്ചല്ല ജോഗി. എന്തേലും പറഞ്ഞിട്ട് വിട് ജോഗി. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അല്ല എനിക്കത് ഇൻസൾട്ട് ആയിട്ട് ഫീൽ ചെയ്യും. അല്ലല്ല ഞാനങ്ങോട്ട് മാറിക്കാം. കാരണം നിങ്ങൾ മോനെ ഞാനൊരു കാര്യം പറയട്ടെ. എടാ ഇവൻ നിന്നെ ചുമ്മാ കളിയാക്കിപ്പിക്കാൻ വേണ്ടിട്ട് എന്റെ അടുത്ത് പറഞ്ഞ് നിന്നെ ഇവിടെ വിളിച്ച് എന്നിട്ട് ചുമ്മാ ഒന്നും ഇല്ലാന്ന് പറഞ്ഞ് വിടാൻ വേണ്ടിട്ട് വിളിപ്പിച്ചതാണ്. നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ നിന്നെ ഇവിടെ വരെ വിളിപ്പിച്ച് നീ ഇവിടെ വന്നിട്ട് തിരിച്ചു പോകുന്നതിന് നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. ഞാനിപ്പോ 5 മിനിറ്റ് കഴിഞ്ഞ് നിന്നെ വീണ്ടും വിളിച്ച് നിനക്ക് വരാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല ഒരു വർഷമില്ല. അപ്പൊ പിന്നെ പോയിട്ട് അവിടെ സെറ്റാക്കെ.
എടാ ഞങ്ങളത് സംസാരിച്ചൊരു ഫൈനലെത്തി, നിനക്ക് തന്നില്ലെന്ന് തന്നെയാണ് പുള്ളി പറയണേ. എടാ എല്ലാരും വാ അകത്തോട്ടോ മീറ്റിംഗ് റൂം വാ. എന്നോട് വന്ന് സംസാരിച്ചു സരക്കണ്ണൻ. എന്നിട്ട് സരക്കണ്ണൻ എന്താ പറഞ്ഞേ ദർശനയുടെ അടുത്ത്? കേട്ടു നോക്കട്ടെ ഞാൻ എന്റെ തന്നെ. എന്നിട്ട് സരക്കണ്ണൻ എന്താ പറഞ്ഞേ? എന്നിട്ട് എന്താ പറഞ്ഞത്? എനിക്കാണ് എന്റെ ശബ്ദം തന്നെ തിരിച്ചു കേൾക്കണത് പോലെ ഒരു ഇറിറ്റേഷൻ എനിക്ക് വേറെ ലോകത്തില്ല. അയ്യോ നീലേട്ടാ എവിടെ പോകുന്നു? നീലേട്ടാ വാ. ഒന്നിങ്ങോട്ട് വാ ജോക്കി. നീലേട്ടാ വാ, കേറി വാ, സോഫയുടെ എവിടെ ചന്ദ്ര എവിടെ ഉണ്ട്? ചന്ദ്ര ഒരു മിനിറ്റ്. എടാ കണ്ടപ്പോ തന്നെ അങ്ങ് എനിക്ക് പെട്ടെന്ന് ഇഷ്ടം കൊണ്ടാണ്, ആ ഒരു സ്നേഹം കൊണ്ട് എനിക്ക് അവനങ്ങ് കെട്ടി പുണരാന്നൊക്കെ തോന്നണ. അന്നത്തെ ദിവസം കഴിഞ്ഞതിന് ശേഷം ഈ കുടുംബത്തിൽ ഒരെണ്ണത്തിന് എനിക്ക് കാണുന്ന എനിക്ക് കണ്ണെടുത്ത് ദൃഷ്ടി കണ്ടൂടാ എനിക്ക്. പാവം പയ്യനാണ്, അവന്റെ മുഖത്തോട്ടാണ് നോക്കിയാണ്. ഇവന്റെ മുഖത്തോട്ട് നോക്കിയാറിവിടെ ഇവന്റെ നിന്നെ പോലെ തന്തലായി മാത്രം കാണിക്കുന്ന ഇറക്കനാണെന്ന്. ഡാഡി ഉണ്ടോ? എന്താ ഡാഡി? സംസാരിച്ചു. ഞാൻ കാണുമ്പോ പറയാം. അണ്ണാ നമുക്കേ ഇവരോട് നിർത്തിയില്ല ഗ്യാങ് ഹൗസ് ക്ലീൻ ആക്കാൻ വേണ്ടിട്ട് നിർത്തണോ? ഓ താല്പര്യമില്ല. അല്ലെങ്കിൽ കിച്ചണിലെ പാത്രം കഴിയും, നന്നായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കും. ഞാൻ കാര്യം പറഞ്ഞാ ഒരു കമ്പാക്ക് അല്ലേ, ഞാൻ റേഡിയോയിൽ വിളിക്കുമ്പോ നീ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ട് നടന്നങ്ങോട്ട് പാടാ. ഇല്ല വേണ്ട ചന്ദ്രൻ മാസമായിരിക്കും, അത് കിടിലായിരിക്കും, പൊളിയായിരിക്കും. ഒരു അലിഞ്ചോസ് ആക്കാൻ നോക്കിയപ്പോ നിനക്ക് വേണ്ടല്ലേ? പിന്നെ ഏകദേശം കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചേക്കും കേട്ടോ. ഈ ഫോട്ടോയില് ജോക്കി നോക്കിയാണ്. നീ ഒന്ന് ചാടിയേ ചിരി ചാടിയടാ. ഇപ്പൊ ശരിയാ കോട്ടൊക്കെ ഇട്ട് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത കാര്യം ഓർമ്മയുണ്ടോ? ഇന്നലെയാ കഴിച്ചിട്ടാ യോഗി. ഞാൻ അവിടെ ഒരു ബിസിനസിന്റെ കാര്യത്തിന് നിൽക്കുമായിരുന്നു, എന്നെ ഇവിടെ വിളിച്ചു വരുത്തി സമയം കളയാൻ എനിക്ക് സമയമില്ല. ജോക്കി ഇതൊരു സമയം കളയുന്നതല്ല, നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ജോക്കിയെ പറയുന്ന കാര്യങ്ങൾ കേട്ടാ ഞെട്ടും, അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ ജോക്കി ഒരു 2 മിനിറ്റ് അങ്ങോട്ട് ഭയങ്കര ചൂട. ഇപ്പൊ ഒരു പ്രത്യേക ഒരു ശ്രദ്ധിച്ചായിരുന്നു ആള് കുറച്ചൊന്ന് പുള്ളി ഇന്നലെ ഇവിടെ ഇരുന്ന് ആരുടെ ഗാങ്സ് നോട്ടിന്റെ ഒക്കെ കാര്യം ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും കേട്ടാ. പുള്ളി അപ്പോഴും ഓർക്കല്ല, പുള്ളി ടിവിയുടെ ഗാങ്സ് നോട്ടിൽ ഇല്ലത്. വലിയ തീരുമാനങ്ങൾ എടുക്കണേ. നീ ആലോചിച്ച് പുള്ളി മുതുക്കിൽ മൊത്തം മെസ്സടിയൊക്കെയാ. മുതുക്കിലെക്കുന്നത് ഭയങ്കര മെസ്സടി, ഭയങ്കര ഇതൊക്കെയാണ് പുള്ളി. പക്ഷെ എന്താണ് പുള്ളിക്ക് ഒരു AR പോലും എടുത്ത് പകൽ വെച്ചിട്ട് കയ്യിലെടുക്കാൻ പറ്റൂല.
എന്തൊക്കെയാണെന്ന് അറിയോ ഇത്? എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മളാളെ? ഇത് പുള്ളി കണ്ട പുള്ളിയുടെ അടുത്തൊന്നും പറയരുത്. പുള്ളിയുടെ അടുത്ത് നമ്മളൊന്നും പറഞ്ഞ് മനസ്സിലായി പുള്ളിക്ക് അത് വിഷമാവും. ഇല്ല വിശപ്പം നമ്മളങ്ങനെ പറയണ്ട. നമുക്ക് ആ പുള്ളി ഇതിലുണ്ട്. പുള്ളി എങ്ങനെ അറിയാം നമ്മൾ പേര് എടുത്തിട്ടുണ്ട്. നമ്മൾ പേരിന് അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല ശരിക്കും. വാ ഇനി പോസ്റ്റ് ആക്കണ്ട വാ. എയർ ഉണ്ട് പക്ഷെ സിറ്റിസൺ ആയതുകൊണ്ട് എയർ എടുക്കാൻ പറ്റില്ല. കേക്ക് വെട്ടാ ഇവിടെ ഉണ്ട്. ആളോടെ ഉണ്ട്. വാ ഒരു 2 സെക്കൻഡ് ഡിലേ ഉണ്ടടാ. അപ്പൊ ഒരു പുള്ളി ക്യാപ്റ്റനുണ്ട്. അവിടെ വൈകില്ലല്ലേ ഇപ്പൊ? ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ബാത്റൂമിന്റെ സൈഡിൽ കിട്ടൂലടാ അവിടെ. അത് ഒരു റിച്വലാണ്. ഇനിയിപ്പോ 3 വട്ടം വന്നു പോയാലേ കറക്റ്റ് ആകത്തുള്ളൂ. അപ്പൊ എല്ലാവർക്കും കേക്കാവോ? കത്തിപ്പോയോ? ബാക്കി എല്ലാരും കത്തിയോ? ഇല്ലില്ല, മൂന്നാല് പേര് കത്തിയോ? എനിക്കൊന്നും കാണിക്കുന്നില്ലല്ലോ. എല്ലാരും ഇവിടെ തന്നെ ഉണ്ടല്ലോ. കുഴപ്പമില്ല, എല്ലാരും ഇവിടെ ഉണ്ട്. അസം പറയില്ല. ഓരോ സെർവറുകള്. ഹലോ. അപ്പൊ ഗൈസ്, അപ്പൊ നമുക്കൊരു സന്തോഷ വാർത്ത പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എന്താ പറയാ, നമ്മുടെ കോഹ്ലിയുടെ സ്ഥാനത്തുണ്ടായിരുന്ന ചന്ദ്രബോസ് സിറ്റിക്ക് വെളിയിലേക്ക് എന്നേക്കുമായിട്ട് പോയായിരുന്നു. അതായത് എന്നേക്കുമായിട്ട് പോയായിരുന്നു. അപ്പൊ പുള്ളി അഡ്മിന്റെ കൂടെ ഒരു ഡേ ഒക്കെ സ്പെൻഡ് ചെയ്ത് ഡേ വിത്ത് അഡ്മിന് ശേഷം നമ്മുടെ ടിവിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. നമുക്കൊരു വളരെ ഊർജം തരുന്ന ഒരു കാര്യമാണ്. വെൽക്കമിങ് ബാക്ക് ചന്ദ്രബോസ്. ഇനിയെങ്കിലും തന്തലാഴി കാണിക്കാതെ ഇരിക്കുക എന്നുള്ള ഒരു കാര്യമാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ ഗൈസ്, ഞാൻ പിന്നെ ഒരു കാര്യം പറയാമെന്ന് പറഞ്ഞാൽ, ഞാന് കുറച്ച് നാളായിട്ട് ഇപ്പൊ ആക്ടിവിറ്റി നമ്മൾ 35 ഔട്ട് ഓഫ് 35 പൊക്കോണ്ടിരുന്നിട്ട് പോലും സ്ലോട്ടില് വരാൻ വേണ്ടിയിട്ട്, അതായത് 25 വാറിനും ആൾക്കാർ നമുക്കിപ്പോ ഭയങ്കര കുറവുണ്ട്. അപ്പോൾ ഒരു കോമ്പറ്റീഷൻ കൊണ്ടുവന്നാലേ ഇത് ഇതാക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളത് കൊണ്ട് ഞാനൊരു 4-5 പേരെ കൂടെ ടിവിയിൽ കൊണ്ടുവരാനുള്ള പ്ലാനിലാണ്. അതായത് എന്താ പറയാ, അപ്പോൾ ഈ 5 പേരെ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ആരെ ഇനാക്റ്റീവ് ആണോ അവരെ ഞാൻ വീക്ക്ലി മാറ്റി ഇടും. വീക്ക്ലി ഞാൻ മാറ്റി ഇടും. ആരാണ് ഇനാക്റ്റീവ് ആവുന്നതെന്ന് വെച്ചാൽ പ്രീ വാർസിന് ഇവിടെ ആള് വരണം. പ്രീ വാറിന് ഇവിടെ ആള് വന്നേ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് ഞാൻ മാറ്റി ഒരു കാര്യം ഞാൻ ഇതിന്റെ ഇടയ്ക്ക് പറയട്ടെ. പറ. നമ്മുടെ വിഷമമുള്ള ഒരു കാര്യമാണ്. നമ്മുടെ നമ്മുടെ വില്ലന്ദാസ് ഇല്ലേ, പുള്ളി ഇത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരു ചിക്കൻ കുനിയായിട്ട് വയ്യാതെ അതൊക്കെ വരുന്നു. ആരും അറിഞ്ഞില്ല. ആള് പോയി. നിനക്കിങ്ങനെ ഓരോരുത്തരെ തല്ലിക്കൊല്ലുമ്പോ എന്ത് സുഖമാണ് കിട്ടണം. പിത്തൽ ചെയ്യ നീ കൊന്ന് അവിടെ കല്ലറ കെട്ടി നീ. എടാ, ഒരു 5 ദിവസത്തോടെ ജോക്കി വന്നില്ലായിരുന്നേ ആ ജോക്കി ആയിരുന്നു ആ കല്ലറയില്. എനിക്കത് ഉറപ്പായിരുന്നു. ഇത് തമാശ അല്ലേ, ഒരു കാര്യമാണ്. അതേടാ. സോ അപ്പൊ ഇനി അപ്പൊ കറന്റ് നമ്മള് ഈ 5 ഇതൊന്ന് പറഞ്ഞെങ്കിലും നമ്മൾ 5 പേരൊന്നും ഇപ്പൊ എടുക്കുന്നില്ല. നമ്മൾ പയ്യെ നമ്മൾ ഓരോരുത്തരെയൊക്കെ കൊണ്ടുവരുന്നുള്ളൂ. സോ ഒരാളെ നമ്മൾ ടിവിയിലോട്ട് കൊണ്ടുവരുവാണ്. മന്ദര റെഡി അല്ലേ? മന്ദര റെഡി അല്ലേ? So guys, we are welcoming back Ryan to TVA as TVA Ryan itself. Welcome back, Ryan. And many happy returns of the day, Ryan. And many happy returns of the day. Happy birthday, Ryan. Let's go. എന്റെ ബർത്ത്ഡേ ഉണ്ടോ? രായന്റെ ബർത്ത്ഡേ ഇത്. ആളവിടെ
ഒന്നുകൂടി കൂട്ടി ഒന്ന് ഇല്ല വരും 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 വെളിയിലാണെന്ന് വിചാരിച്ചിരിക്കുക സോ ഓജി ഓഡിയൻസിനൊക്കെ സന്തോഷമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചന്ദ്രു സിഗരറ്റ് വലിക്കടാ ഗാങ്ങോസി. അതും ജോക്കി മുന്നാടി എത്തിയോ? ഓക്കെ ഓക്കെ വന്നാ റിട്ടേൺ. ഹലോ ഹലോ കേക്കോ? കേക്ക തിരിച്ച് നിന്നെ ഗ്യാങ് ഡ്രസ്സിൽ കാണാൻ പറ്റിയല്ലോ. വാ, വേറെ വെൽക്കം ഒന്നുമില്ല, കേറി വാ. അണ്ണാ എന്ത് പറഞ്ഞായിരുന്നു അണ്ണാ? ഞാൻ ജസ്റ്റ് ഒന്ന് മിനിമൈസ് ചെയ്തപ്പോ. ഇല്ല ഞാൻ നിന്റെ അടുത്ത് നിന്നെ വിളിച്ചതാ. അന്ന് എല്ലാരും ഉണ്ടല്ലോ. എല്ലാരും ഉണ്ടല്ലോ. വെൽക്കം ബാക്ക് രായ, വെൽക്കം ബാക്ക്. ഒന്നും കൂടി ജോക്കി ഇവിടെ വായുവിനെ കെട്ടിപ്പിടിക്കണ. അല്ല എനിക്കാരും ഇട്ടാന്നേ. ഞാൻ ഇട്ട് വോയിസ് ബാക്ക്. പിന്നെ അല്ല, ഐ എം ക്രൈങ് ഫോർ റിയൽ. വാട്ട് ദ ഫക്ക്. ലെറ്റ്സ് ഗോ. ഇപ്പൊ ഡയലോഗ് ഒരു ഡാഡി. ഓ എല്ലാവർക്കും ആയി. ഹലോ സംസാരിച്ചോ. ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല. പെട്ടെന്ന് തന്നെ ഇങ്ങനെ എന്തിനു പറയണം. ഫോണൊന്ന് കോച്ച് സംസാരിക്കും. എന്താ കാണിക്കില്ല. സംസാരിക്കട്ടാ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഇത് എങ്ങനെ മിക്സ് ചെയ്ത് പറയണോ, ആർപി രീതി പറയണത് എനിക്ക് അറിഞ്ഞൂടാ. മൊത്തത്തില് ഞാൻ എല്ലാം സ്റ്റോപ്പ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് നിന്നതാണ്. ഞാൻ അണ്ണന്റെ അടുത്ത് ഞാൻ പറഞ്ഞു. അപ്പൊ അണ്ണനെ വിളിച്ചു. എനിക്ക് പറയണത് അറിയണ അണ്ണ അവസരണ. എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം ഞാന് ഈ ഗ്യാങ് എനിക്ക് അത്ര ഇമ്പോർട്ടന്റ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് എനിക്ക് വാക്ക് തന്നെ കിട്ടില്ല. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നെ തിരിച്ച് അണ്ണൻ വിളിക്കുമെന്ന്. കാരണം ഞാൻ അണ്ണനടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ണ മൊത്തത്തിൽ നിർത്തുവാണ്, ഇനി ഗെയിമിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല, റിയൽ ലൈഫ് ഫോക്കസ് ചെയ്ത് പോകുന്നെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അണ്ണൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പൊ ഞാൻ ജസ്റ്റ് എന്റെ കാര്യം പറയാ എന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷെ അണ്ണൻ തിരിച്ചെന്നെ വിളിക്കുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. എനിക്കെന്തോ ആ സമയം തൊട്ട് എനിക്ക് തിരിച്ചിവിടെ വരെ എല്ലാരും കാണണം, എല്ലാരും ഇങ്ങനെ ഈ ഡ്രസ് ഇട്ട് ഇവിടെ നിൽക്കാൻ പറ്റുന്ന തന്നെ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അറിഞ്ഞൂടാ, അല്ലെ ഫോർമൽ ആവണല്ല. എനിക്ക് സത്യം പറഞ്ഞ ഇതില്ല, വാക്കുകളില്ല. അതുകൊണ്ടാ മനസ്സിലായ ആ ഒരു അത്ര സന്തോഷം. അത് മാത്രമല്ല, എനിക്ക് എന്റെ ബർത്ത്ഡേക്ക് കിട്ടേണ്ട ഏറ്റവും ഒരു വലിയൊരു സംഭവം തന്നെയാണ് ഇത്. മനസ്സിലായി? എനിക്കത് ഒരിക്കലും മറക്കൂല. ചന്ദ്ര എല്ലായിടത്തും ഒരു സെക്കൻഡ്. അപ്പൊ നമ്മള് അതുകൊണ്ട് നിർത്തുന്നില്ല. വി ആർ വെൽക്കമിങ് ബാക്ക് ഇറ്റാച്ചി ടു TVA as TVA ഇറ്റാച്ചി itself. വെൽക്കം ബാക്ക് ഇറ്റാച്ചി. കേറി വാടാ. വെളിയില ഇറ്റാച്ചി, നിനക്ക് കുറച്ച് നരയൊക്കെ ആയല്ലോ. അണ്ണ പ്രായമായിട്ട വാ കേറി വാ. EG ഡിസ്മാരിലായിരുന്നോ? ഹലോ, ഞാൻ എല്ലാത്തിന്റെയും എക്സ്പ്ലനേഷൻ ഉറപ്പായിട്ടും പറയാം. പറയുന്നതായിരിക്കും.
എന്തോ ഡീസിങ് കുറച്ച് പ്രായമായേ കുറച്ച് നാള് ഉണ്ടായിരുന്നില്ല ഞാൻ കുറച്ച് പഠിത്തിരക്കിലായിരുന്നു. பண்ணிட்டு வா ஓகேவா ഓക്കെ 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 வெல்கம்டா வெல்கம் താങ്ക് യു ഗൈസ്. എടാ അപ്പൊ നീ ഇവിടെ ഉണ്ടായിരുന്നപ്പോ നിനക്ക് കാണാൻ പറ്റാത്തൊരു മുതലാണ് അതായിരിക്കണത് ജോക്കി. രാജി ആ. നീ കണ്ടിട്ടില്ലല്ലോ ഇവിടെ സിറ്റിയില്? ഇല്ല ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം കണ്ടിട്ടൊക്കെ ഉണ്ട്. ആണല്ലേ? അല്ലല്ല ആ ടൈമില് എക്സ്പ്ലനേഷൻ വേണ്ട. അല്ല ബ്രോ എനിക്ക് എന്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയണം. ഇങ്ങോട്ട് പറ, രണ്ട് വാക്ക് ഇങ്ങോട്ട് പറ. പറയാൻ സന്തോഷം. ഈ ഒരു തിരിച്ചുവരവിനെ എങ്ങനെ നോക്കി കാണും? എങ്ങനെ നോക്കി കാണുന്നു? ഈ ഒരു തിരിച്ചുവരവിന് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊരു വലിയൊരു തിരിച്ചുവരവാണ്. അതെ അതെ, കംബാക്ക് ഇസ് പേഴ്സണൽ. പിന്നെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒന്നുമില്ല, സന്തോഷമുണ്ട്. എന്ന് വെച്ചാൽ എല്ലാരോടും താങ്ക് യു. വേറെന്താ പറയട്ടെ, അത്ര തന്നെ ഉള്ളു. തിരിച്ചു പോക്കില്ല. അത് അതെ, ഇനിയൊരു തിരിച്ചുപോക്കുണ്ടാവില്ല കേട്ടോ. തിരിച്ചു മുട്ടാൻ വലിയ പഠിക്കുമല്ലോ. സോറി രായ രാജി രണ്ടുപേർക്കും വെൽക്കം ടു ടി വി. ഇപ്പൊ രണ്ടാമത്തെ തൊട്ടാണ് നിങ്ങൾ കേൾക്കുന്നത് അറിയാം. എന്നാലും ഞാൻ പക്ഷേ രായന്റെ അടുത്താണ് OG മെമ്പർ. ഞങ്ങള് ഇവിടുത്തെ ഓരോ ഇവന്റ്സിനും എല്ലാം നമ്മള് നിന്നെ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നീ പോയപ്പോ അമ്പത്തൂര് ആയിരുന്നു, അതിന് കുറവുകളൊന്നും വരുത്താതെ അമ്പത്തൂരാണ് അതൊക്കെ ഏറ്റെടുത്ത് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ അമ്പത്തൂർ നമ്മൾ വിട്ടുപോയി, മരിച്ചു. കഴിഞ്ഞ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് വീണ് മരിച്ചു. നമ്മളെ ഇവന്റിന് വേണ്ടിട്ട് പുതിയൊരു വണ്ടി ഇറക്കുന്നുണ്ട്. നമ്മള് അതിന്റെ ഇവന്റിന് വേണ്ടിട്ട് വാസവന്റെ പുതിയ വണ്ടി. വാസണ്ണ പറയടാ, അമ്പത്തൂരിന്റെ സ്ലോട്ട് ഒന്ന് ഫില്ല് ചെയ്യണേ. അത് ഞാൻ ഓൾറെഡി ഫില്ല് ചെയ്തിട്ടുണ്ട്. ഞാനത് സെറ്റാക്കാം. എന്റെ മോൻ ഫ്രീ ആണ്. അപ്പൊ രായ എന്തെങ്കിലും പറയണ്ടോ ഇനി? എവിടെ നീ ശബ്ദം കേട്ടാലോ? ഇല്ല ഞാൻ മുകൾ മൊത്തം പായലുണ്ട്. ഞാൻ ഒന്ന് ക്ലീൻ ആക്കാൻ പറഞ്ഞായിരുന്നു, തുടച്ചിടായിരുന്നു പറഞ്ഞായിരുന്നു. എന്റെ പുറകിലോ? മുകളിലാണ്, റൂഫിലാണ്. എല്ലാം ക്ലീൻ ആക്കിയാടാ. എന്റെ മോനായിട്ട് പറയല്ല, തങ്കപ്പെട്ട പേന്. പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെ, നമ്മള് അണ്ണൻ ചോദിച്ചു, എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എല്ലായിടത്തും അവിടെ പറഞ്ഞിട്ട് തന്നെയാണ് വരുന്നത്. അവർക്ക് എല്ലാവർക്കും അങ്ങനെ ഇഷ്യൂസ് ഒന്നുമില്ല. തിരിച്ച് ഞാൻ വീട്ടിലോട്ടല്ല വരുന്നത്. അപ്പൊ അവർക്ക് അങ്ങനത്തെ രീതിയിലൊരു ഇഷ്യൂസും ഇല്ല. എനിക്ക് അതും കൂടി പറയണം. ഈ ഒരു ഇതില് എല്ലായിടത്തും പറഞ്ഞിട്ടാണ് വന്നത് തന്നെ. അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഇല്ല. അത് ഇവിടെ ഉള്ളവരത്തല്ല, ഓഡിയൻസും എല്ലായിടത്തും കൂടി പറയാൻ ഒരു രീതിയിലാണ് പറഞ്ഞത്, എന്റെ രീതിയിൽ. അത്രേ ഉള്ളൂ. സന്തോഷം തന്നെ. പിന്നെ ഇവിടെ ഉള്ളവർ കുറെ ഒരു പുതിയവരാണ്. ബട്ട് എനിക്ക് കുറച്ചുപേരൊക്കെ അറിയാം. പിന്നെ നമുക്ക് എല്ലാവരെയായിട്ട് സംസാരിക്കാം, എല്ലാവരായിട്ട് സംസാരിച്ച് കമ്പനി ആവണം കേട്ടോ. എല്ലാവരും ബാക്കി എനിക്കറിയാം. ഈ ഒരു സാധനം ഓഫ്ലൈനിൽ പറയാതെ ഞാനിത് ഇതായിട്ട് തന്നെ പറയുവാണ് കേട്ടാ. എനിക്കറിയാം നിങ്ങൾക്ക് ഇതിനകത്ത് പല ആൾക്കാർക്കും ഇവരെ വലുതായിട്ട് പരിചയം എന്നല്ല, പുതിയതായിട്ട് വന്ന ആൾക്കാർക്ക് വലുതായിട്ട് അവരുടെ പഴയ കാര്യങ്ങളും ഇതൊന്നും അറിയത്തില്ല. നിങ്ങൾക്ക് പരിചയപ്പെടാനും ഇതിനൊക്കെയുള്ള സമയമുണ്ട്. അങ്ങോട്ടോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ഇടയ്ക്കൊക്കെ എന്തെങ്കിലും വെച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് സംസാരിക്കുക, ഇതാക്കുക. അതിൻ്റെ അപ്പുറത്ത് നമുക്ക് വേറെ റിവലറീസ് ഒന്നും ഇല്ല. നമുക്കത് അങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാം. ഒരു ഒറ്റ ഫാമിലി ആയിട്ട് നമുക്ക് മുമ്പോട്ട് ഒരുപാട് പോകാനുള്ളതാണ് ഇനിയും. അപ്പോൾ അങ്ങനെ പോട്ടെ, എല്ലാം നന്നായിട്ട് നടക്കട്ടെ. അപ്പോൾ രണ്ടുപേർക്കും വെൽക്കം ടു ടി വി ഗൈസ്. ഇല്ല, നിങ്ങളായിട്ട് കൂടുതൽ ഫോർമാലിറ്റി ഒന്നും ഞാൻ വെക്കുന്നില്ല. ഫോർമാലിറ്റി അല്ല. സിനിമയൊക്കെ ബുക്ക് ചെയ്തായിരുന്നു. പോയിട്ടോ ഏതാണോ? ഇന്നലെ ബുക്ക് ചെയ്ത്, പക്ഷെ ഇപ്പൊ നോക്കുമ്പോ ഇന്ന. ഓക്കെ ശരി. ഇന്നല്ലേ പടം റിലീസായത്? ഇവ കള്ളം പറഞ്ഞാണോ എന്നോട്? ഇന്നലെ ആയിരുന്നു പടം റിലീസായത്.
ക്ഷീണിച്ചു വേടാ, ക്ഷീണിച്ചു ഫുള്ള് വീട്ടിൽ വെറുതെ ഇരിക്കല്ലേ. ഗൈസ് ഞാൻ ഇനി എന്റെ സൈഡോടെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പറയാം. ഞാൻ പറഞ്ഞല്ലോ ഗൈസ്, എനിക്ക് നമുക്ക് കറന്റ് ഇപ്പൊ ടി വിയിൽ ഒരു, ഞാൻ നിങ്ങളെ ചുമ്മാ അതൊന്ന് ഇതാക്കാൻ വേണ്ടി പറഞ്ഞാണ് 5 പേരെ എടുക്കുന്നതെന്നൊക്കെ. ഇനി നമുക്ക് സ്ലോട്ടൊന്നും ഇല്ല. ഇപ്പൊ തന്നെ നമ്മൾ 2 പേരെ മാറ്റി വീക്ക്ലി മാറ്റിയിട്ട് കളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ആരും വരാൻ പോകുള്ള ടി വിയിൽ, ഇനി ആരും ഇല്ല. ഇത്രേ ഉള്ളൂ, ഈ 2 റിക്രൂട്ട്മെന്റ് മാത്രമേ ഉള്ളൂ. ഞാൻ നിങ്ങളെ ചുമ്മാ ഒന്ന് ആരാന്ന് മനസ്സിലാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാനൊരു കാര്യം പറയാം, ഇവരെ 2 പേരും കംപ്ലീറ്റ്ലി ഇതെല്ലാം നിർത്തി അവരുടേതായിട്ടുള്ള കുറേ കാര്യങ്ങളിലേക്ക് പോവാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ്. മെയിനായിട്ട് അവരുടെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ പറഞ്ഞില്ല, അന്ന് എനിക്ക് ഇഷ്യൂ ഇല്ലാത്ത ആരെയാണേലും എനിക്ക് പിന്നീട് സംസാരിച്ച് അത് സോർട്ട് ചെയ്താലും അത് ഇതാക്കി പോകാനോ എനിക്ക് മൈൻഡ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വെളിയിൽ കാണുമ്പോഴാണേലും അകത്ത് കാണുമ്പോഴാണേലും ഒന്ന് ചിരിച്ച് കാണിച്ചുകൊണ്ടിരുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു. അവരോടൊക്കെ ഞാനത് കീപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഇതിൻ്റെ അപ്പുറത്തോട്ട് ഇനി വേറെ ഇറങ്ങിയ ഒരു മെമ്പേഴ്സിനെ ഞാൻ തിരിച്ച് ടി വിയിലോട്ട് ഇനി എനിക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഭാരത് കുറച്ച് പേര് നിർത്തിപ്പോയി. ബാക്കി എനിക്കിനി കൊണ്ടുവരാൻ താല്പര്യമില്ല. ഇനിയിപ്പോൾ ആരും അങ്ങനെ ഉണ്ടാവത്തില്ല. മാമനെ ഇടും. ഞാൻ മാമനെ കൂടെ ആക്റ്റീവ് ആയതുകൊണ്ടാണ് പറഞ്ഞത്. മാമനെ കൂടെ മാറ്റി ഇടാൻ വേണ്ടിയിട്ടാണ്. അതായത് ഞാനിപ്പോൾ പറയാം 1 വീക്ക് ഇനാക്റ്റീവ്. ഇപ്പം നമ്മളതിനകത്ത് തന്നെ കുറേ പേര് ഇനാക്റ്റീവ് ആണല്ലോ. അപ്പോൾ ആ ഇനാക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് പകരമായിട്ട് മാറ്റി ഇടും. ഹലോ 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 അണ്ണ കലിപ്പ് മൂഡിലാണോ നല്ല മൂഡിലാണോ? നല്ല മൂഡിലാണ്, സന്തോഷത്തിലാണ്. പറഞ്ഞോ. അണ്ണാ സുഖമാണോ? സുഖമാണ്. ഇതാരാ? ഞാൻ കുറച്ച് മലയാളം പഠിച്ചു ഇപ്പോ. ഇതാരാണ്? ഓ ഭായിജാൻ ഇതറേ. ഓ ഭായിജാൻ, ഞാൻ ഇവിടെ ഒരു കാര്യം സംസാരിച്ചോണ്ടിരിക്കുക. ഇത് കഴിഞ്ഞിട്ട് വിളിക്കാമേ. ഓക്കെ അണ്ണാ. ഗൈസ്, ഇപ്പൊ ഞാൻ ഒരു പെർട്ടിക്കുലർ നെയിം എടുത്ത് കഴിഞ്ഞതിന് റിപ്ലൈ പറയണില്ല. അതെനിക്ക് ഒരുമിച്ച് സെറ്റായി പോകത്തില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ ആയത്. നിങ്ങൾ വേറെ ഒന്നും മനസ്സിൽ വിചാരിക്കണ്ട. എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ പറഞ്ഞില്ല, അതിൽ കുറേ പേഴ്സണൽ കാര്യങ്ങളുണ്ട്, കുറേ ഇതൊക്കെ ഉണ്ട്. ഞാൻ പറയണത് അതുകൊണ്ടല്ല. അതെനിക്ക് ഓരോന്നോരോന്ന് എടുത്ത് പറയാൻ താല്പര്യമില്ല. മെയിനായിട്ട് അതാണ് എനിക്ക് പ്രശ്നം, മനസ്സിലായോ? ആൻഡ് അവർക്കും അവിടെ ഇപ്പൊ ഒരു കംപ്ലീറ്റ്ലി ഡയോസ് എല്ലാം നിർത്തി വേറെ ഗ്യാങ്സിൽ നിന്ന് പുതിയ ഗ്യാങ്സിൽ നിന്ന് ഇൻവിറ്റേഷൻ വന്നിട്ട് അവർക്ക് അവിടെ കളിക്കാൻ താല്പര്യം പോകാൻ ഇല്ലാത്തത് കൊണ്ടാണ് അവർ കംപ്ലീറ്റ്ലി നിർത്തുകയാണെന്ന് പറഞ്ഞത്. മനസ്സിലായ? ആക്ടിങ് എന്തിനാ ആക്ട് ചെയ്യണം ബ്രോ? എന്തിനാ ആക്ട് ചെയ്യണം? എനിക്കങ്ങനെ ആക്ട് ഒന്നുമില്ല. അപ്പോൾ ഈ ഒരു കാര്യം എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. ഇവര് വേറെ ഗ്യാങ്സിൽ നിന്ന് അവർക്ക് ഇൻവിറ്റേഷൻ വന്നപ്പോൾ അവർക്ക് അവിടെ ഈ പറയുന്ന ഇൻവിറ്റേഷൻ വന്ന പെർട്ടിക്കുലർ ഗ്യാങ്സിൽ കളിക്കാൻ അവർക്ക് താല്പര്യമില്ല എന്നവർ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കാരണം കൂടി കൊണ്ടാണ് അവർ കളിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് മൊത്തത്തിൽ RP നിർത്തി അന്നേരമാണ് ഇവർ സീറോ ഡിലേ എന്ന് പറഞ്ഞൊരു സംരംഭം തുടങ്ങി പോകാൻ നിന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കും കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ സംഭവിച്ചത് കൊണ്ടാണ് എനിക്ക് TVക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തതിൽ മേജർ റോളുള്ള ഒരാളാണ് രായൻ. സോ രായനും ഇറ്റാച്ചിയും കുറച്ച് നാളായിട്ട് ഒരുമിച്ചുള്ളത് കൊണ്ടാണ് ഞങ്ങൾ അവരെ 2 പേരെയും അങ്ങനത്തെ രീതിയിൽ കൺസിഡർ ചെയ്തത്. മനസ്സിലായോ? അല്ലാതെ വേറൊരു രീതിയിൽ നിങ്ങളിതിനെ എടുക്കണ്ട. അതുകൊണ്ടാണ് നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ല. എന്ന് വെച്ചാൽ അത് സംസാരിച്ച് കഴിഞ്ഞാൽ കഴിച്ച് അത് വേറെ പ്രശ്നങ്ങളിലോട്ടൊക്കെ പോകും. അപ്പോൾ അതുകൊണ്ട് എനിക്കതിനെപ്പറ്റി താല്പര്യമില്ല. എനിക്ക് എടുക്കാൻ താല്പര്യമുള്ള ആളെയാണ് ഞാൻ എടുത്തത്. ഇപ്പം നിങ്ങൾ പറയണത് കേട്ട് എനിക്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത ഒരാളെ എനിക്ക് എടുക്കാൻ പറ്റില്ലല്ലോ TVയിലോട്ട്. എനിക്കത് അതിലൊരുപാട് കാര്യങ്ങളുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഇതായിപ്പോയി. കൈസ് ഈ ടോപ്പിക്ക് വിടാം. ഇനി അതിനോട് മുന്നോട്ട് എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല. സംസാരിച്ചോണ്ടിരുന്ന കഴിഞ്ഞാൽ വേറെ കാര്യങ്ങളിലേക്കൊക്കെ എത്തും. അത് ഒരുമിച്ച് പോകാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടായിരിക്കുമല്ലോ 2ആയിട്ട് പോയതും വേറെ ഗ്യാങ് ഉണ്ടായതും ഒക്കെ കൈസ്. അപ്പൊ ചില കാര്യങ്ങൾ ഓരോരുത്തർക്ക് കുറച്ച് ലേറ്റ് ആയിട്ട് തിരിച്ചറിയുള്ളൂ. അങ്ങനെ തിരിച്ചറിവ് വന്നു ആലോചിച്ചാൽ മതി.
ആര് നിന്റെ തന്തയല്ലാതെ ആരാ പിന്നെ നിന്റെ തന്തയാണ് ഇതെല്ലാം ചെയ്തത് നിനക്ക് സിറ്റി വേറെ ആരുമല്ല നിന്റെ തന്ത തന്നെയാണ് ഇത് ചെയ്തത്. നിന്റെ തന്ത ഇന്നലെ സിറ്റി തിരിച്ചു വന്നെന്ന് പറഞ്ഞ് പുള്ളി പോയി മദ്യവും കുടിച്ച് ഇവിടെ എല്ലാം വോമിറ്റ് ചെയ്ത് വെച്ചത് നിന്റെ അച്ഛനാണ്. ആ പിന്നെ നിന്റെ അച്ഛൻ വാള വെച്ചത് നീ അല്ലേ ക്ലീൻ ചെയ്യട്ടോ? നീ അവൻ ക്ലീൻ ചെയ്യണം അല്ലെങ്കിൽ നീ ക്ലീൻ ചെയ്യണം? ആ നീ ഇപ്പൊ എന്തോടാ സൗണ്ട് വെച്ചേ? ഹലോ നീ ഇപ്പൊ എന്തോടാ സൗണ്ട് വെച്ചേ? ഹലോ ഞാൻ കത്തി കേട്ടാ, ഞാൻ കത്തി ഗൈസ്. അപ്പൊ കേക്കാവോ? വാസുവിനെ ഓ എന്റെ ഇതിനകത്ത് മറ്റേ റീഫ്രഷ് ഒന്നും വന്നിട്ടില്ല കേട്ടാ. പുതിയ ഇതല്ലേ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. റീഫ്രഷ് റീഫ്രഷ് സ്കിൻ ആണോ അതപ്പം അല്ലാതെ ചെയ്യണേ അതോ റീലോഡ് സ്കിൻ? പറയടാ ഇറങ്ങട്ടാ രാവിലെ പള്ളി പോണം. പോട്ടെ വേറൊന്നുമില്ല നമ്മള് ഇതിന് വേണ്ടിട്ട് വിളിച്ചാ. കോഹ്ലിയുടെ റാക്ക് ഇല്ല ബ്രോ, ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. കാരണം ഇവിടെ എന്താ പരിപാടി? വേറെ പരിപാടി ഒന്നുമില്ല ജോക്കി. നമ്മള് ഇതിന് വേണ്ടിട്ട് എല്ലായിടത്തൊന്ന് പറയാൻ വേണ്ടിട്ടൊക്കെയാണ് വിളിച്ചത്. അണ്ണു എന്തെങ്കിലും പരിപാടി ഉണ്ടോ ഇന്ന്? എന്തെങ്കിലും മീറ്റിംഗ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അണ്ണ ആർമിക്ക് അറിയാ? ആര് ഞാനാ? അല്ല അണ്ണു. റീലോഡ് സ്കിൻ ഇനി എന്തോന്ന് മീറ്റിംഗ് വെക്കാൻ? അണ്ണു ആർമി അല്ല കയറിയിരുന്നു? ആർമിയില് ഇല്ല അത് കുറച്ച് പ്രൈവറ്റ് വാർച്ചറ്റ് അടുത്തൊരു സീനാണ്. പോയി കാണാം. ജോക്കി കൂടെ ഒരു സ്ലോട്ട് കൊടുക്കണം ബ്രോ. ജോക്കി പെർമനന്റ് ആയിട്ട് അങ്ങനെ ആക്റ്റീവ് ആവത്തില്ല ഗൈസ്. നിങ്ങൾക്ക് ജോക്കിയെ നിങ്ങൾ ഇപ്പൊ കാണുന്നോണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആ ജോക്കി പറ. കേക്ക് ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് നാളെ. കേക്കാ നാളെയോ? ഓ ജോക്കി കാണാം നമുക്ക്. കേക്ക് നാളെ കാണാം. ഇറ്റാച്ചിനെ ഇട്ടില്ല അണ്ണാ ഗൈസ്. ഞാൻ ഇറ്റാച്ചി ഇട്ട് ഗൈസ്. നിങ്ങൾ എന്താ പറയണേ? അതൊക്കെ ക്ലിയർ ചെയ്തവര്. ഇറ്റാച്ചി ഞാൻ എപ്പോഴും ഇട്ട്. കൺഗ്രാറ്റ്സ് ഇറ്റാച്ചി. കൺഗ്രാറ്റ്സ് ഇറ്റാച്ചി. വേണമെങ്കിൽ പറ. ഇറ്റാച്ചി വെൽക്കം ബാക്ക് ടി വി ഇറ്റാച്ചി. പറ. ഇവിടെ പോയിട്ടോ എല്ലാരും ഇന്ന് തിരക്കാന്നറിയാം. ഇന്ന് ഇതൊക്കെ ആയതുകൊണ്ട് എല്ലാരും തിരക്കാണെന്ന് എനിക്കറിയാം. എല്ലാരും പോയിട്ടോ. എടാ എല്ലാവർക്കും ഈദ് മുബാറക്. നിന്നോട് ഈദ് മുബാറക്. അല്ലല്ല ഇത് വന്ന് എന്റെ താടി ഇങ്ങനെതാ. ഇത് മറ്റേ വൈറ്റനിങ് ക്രീം തേക്കണം. ഇത് വന്ന് വെളുത്തിട്ട് നരച്ചു പോയി. വേറെ പണിയിലായിരുന്നു അതുകൊണ്ടാ. പണിയെടുത്ത് നരച്ചു. ബാലന്റെ കാര്യം നിങ്ങളുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞില്ലേ? ബാലനോട് ഞാൻ പറഞ്ഞപ്പോ ബാലന് ആർപിയിൽ വരാൻ താല്പര്യമില്ലെന്നാണ് അവൻ പറയണത്. അവന്റെ പേഴ്സണൽ കാര്യങ്ങൾ ഓസി ആയിട്ട് ഡ്രാഗ് ചെയ്ത് അവനെ ഹ്യൂമിലേറ്റ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ബാക്കിയുള്ള ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ ചെയ്യുന്നു. അവന്റെ ക്യാരക്ടർ ആയിട്ടുള്ള സാധനം അവൻ ചെയ്യുമ്പോൾ ബാക്കിയുള്ളവരത് ഇത് ചെയ്യുന്നു എന്നാണ് ബാലൻ എന്നോട് പറഞ്ഞത്. എനിക്ക് ബാലന്റെ അടുത്ത് പറയാനല്ലേ പറ്റുള്ളൂ. ഞാൻ ഒത്തിരി പറഞ്ഞു ബാലനോട്. ഞാൻ ഡെയിലി മെസ്സേജ് അയക്കും. ഞാൻ ഡെയിലി വിളിക്കും. വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്. അവനങ്ങനെ കംപ്ലീറ്റ്ലി നിർത്തിപ്പോയി എന്ന് പറഞ്ഞിട്ടില്ല. അവൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവന്റെ മൈൻഡ് ഒന്ന് ഓക്കെ ആയിട്ട് അവൻ വരാമെന്ന് പറഞ്ഞു ഗൈസ്. അല്ലാതെ ഞാനിപ്പോ അവനെ ഫോഴ്സ് ചെയ്യാൻ പറ്റില്ലല്ലോ. മെന്റൽ ഹെൽത്ത് ഞാൻ ഇതാക്കാൻ അവന്റെ ഫോഴ്സ് ചെയ്ത് ഞാൻ എങ്ങനെ ഇതാക്കാനാ? പിന്നെ ഒരു കാര്യം ഇവിടെ, രായനെ ഞാൻ ഇപ്പോഴും കോഹ്ലിയുടെ ആക്കുന്നില്ല. കാരണം അവൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് അറിയാം. ഇവിടെ കുറെ പുതിയ മെമ്പേഴ്സ് ആണ്. പെട്ടെന്ന് ഒരു ദിവസം ഒരാളെ ഞാൻ രായനെ കൊണ്ടുവന്നിട്ട് ഇവനെ കോഹ്ലിയുടെ പുള്ളി പറയുന്നത് അനുസരിക്കണം എന്ന് പറഞ്ഞാൽ അതാവത്തില്ല. ഇപ്പം നീലൻ എങ്ങനെ ഐഡിയൽ ആയത് ആ റെസ്പെക്ട് അവൻ ഏൺ ചെയ്തെടുത്തതാണ്. അതുപോലെ രായൻ അവരുടെ കൂടെ ഇന്ററാക്ട് ചെയ്ത് സംസാരിച്ച് അവർ തമ്മിലൊരു ഫ്രണ്ട്ലി ബോണ്ട് വരുന്ന സമയത്ത് നമുക്ക് കോഹ്ലിയുടെ പൊസിഷനിലോട്ട് കൊണ്ടുവരാം. അതാണ് എൻ്റെ ഒരു ലീഡർ എന്നുള്ള രീതിയിൽ എൻ്റെ ഡിസിഷൻ. അതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ ഇങ്ങനെ നേരെ കൊണ്ടുവന്നിട്ട് രായനെ പഴയ മെമ്പർ ആണെന്ന് പറഞ്ഞ് ഞാൻ നേരെ വന്നിട്ട് രായനെ കോഹ്ലിയുടെ ആക്കിയാൽ അത് ശോകമാണ്. പുതിയ മെമ്പേഴ്സ് ഇവിടെ ഉള്ളത് കൊണ്ട്.
ഹലോ ഹലോ വസന്ത, ഞാൻ കേടിയായിരുന്നു എന്നാൽ ഞാൻ വിളിച്ചിട്ടില്ലായിരുന്നു മറ്റേ ആർമിന്ന്. പറഞ്ഞു കേടി പറഞ്ഞു. സാർ, അപ്പൊ ഞങ്ങള് ഒരു വാക്സിൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം മിനിയാന്ന് ജോക്കിയും അതുപോലെ നമ്മുടെ KVയിലെ ജോണി മാമനും കൂടെ അത് റിവീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ വാക്സിൻ തരാനായിരുന്നു. നിങ്ങൾ അവിടെ ഫ്രീ ആണെങ്കിൽ ഒരു 10-15 മിനിറ്റിന്റെ കേസുള്ളൂ. നമ്മൾ 2 യൂണിറ്റ് ആയിട്ട് അങ്ങോട്ട് വന്നിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് വാക്സിൻ തന്നിട്ട് ഞങ്ങൾ ലീവ് ചെയ്തോളാം. നിങ്ങളെല്ലാവരും അവിടെ ഉണ്ടല്ലോ അല്ലേ? ഓക്കെ, അങ്ങോട്ട് വരാം. വാക്സിനായിട്ട് വരുന്നുണ്ട് ആൾക്കാര് നമ്മളെ കുത്തിവെക്കാൻ. ജോക്കി ഏതോ വാക്സിൻ എന്തായാലും പോയി റിവീൽ ചെയ്തായിരുന്നു ജോക്കി. എന്റെ പൊന്നു വാസു, ഞാൻ ഇന്നലെ സിറ്റി വന്ന സമയത്ത് എന്റെ അടുത്ത് നിന്റെ ഡമ്മി ഒരുത്തനെ സെറ്റാക്കി അവിടെ നിർത്തിയേക്കുന്നു. എന്താ നിന്റെ ഒരു ഡമ്മി ഒരുത്തനെ അവിടെ സെറ്റാക്കി നിർത്തിയേക്കുന്നു. ആര്? അവർക്ക് കേക്കെ. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ് ഇവര് വാക്സിന്റെ സാധനം ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡമ്മിയുടെ കൂടെ ഞാൻ വരണമെന്ന്. എനിക്ക് മനസ്സിലായില്ല ജോക്കി എന്താണെന്ന്. എടാ, ഇവിടെ ഒരു ഗാരു ഇല്ലായിരുന്നു. സോങ് ഓഫ് ആക്കാനോ? സോങ് എന്താ എവിടുന്ന് കേൾക്കുന്നു? നിങ്ങക്ക് പാട്ടെല്ലാം കേൾക്കുന്നു? പേക്കാണ്ടി ചെറുക്കാൻ മാറി. ഓരോന്നിനെ ഉണ്ടാക്കി ഇട്ടോളൂ. ചന്ദ്രു ഇവ എന്നെ വിളിച്ചു കേട്ടോ. ചന്ദ്രു ഒറ്റ മനസ്സിലായത് കോൺഫറൻസിലാണേ. എന്നാ പാട്ടോടെ റൂമിൽ കയറാം. അപ്പം ജോക്കി ഇവിടെ നിന്ന് പറഞ്ഞ ഗ്യാങ് ഹൗസ് മൊത്തം കേൾക്കാം. ഇത് മൈക്കല്ലേ, സ്പീക്കർ എല്ലാം വെളിയിലല്ലേ വെച്ചിരിക്കണേ. എന്തൊരു കഷ്ടമാണ്. ഇതൊരു ഒരു പ്രൈവസി ഉള്ള റൂമില്ലേ നമ്മുടെ ഇവിടെ വാ. വലിയ പ്രൈവസി ഉള്ള സാധനമൊന്നും. ഇത് എന്താണ് ഇത്? നമ്മള് വാസു പ്രത്യേകം വെളിയിലോട്ട് വാ ജോക്കി. ജോക്കി ഇവിടെ നിന്ന് സംസാരിച്ച നമ്മളിപ്പം താഴെ മീറ്റിംഗ് റൂമാ, നേരെ താഴെ അവർക്ക് കേൾക്കാൻ പറ്റും. ഇവിടെ കേൾക്കാൻ പറ്റാത്ത കക്കൂസും ഉണ്ടോ? വാ, ഉണ്ട് വാ. എന്തൊരു കഷ്ടമായി. ഇവിടെ നേരെ താഴെ അടയ്ക്കോ. ഓ, തെങ്ങേന്ന് വീണ കേട്ടോ ഞാൻ. ഇല്ല വാ. ബ്രോ, ഇവര് പോയപ്പോൾ കൂടെ നിന്നവർക്ക് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ജോക്കി ഒറ്റ സെക്കൻഡ് എനിക്കൊരു സമയം തരും. ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ, ഒറ്റ സെക്കൻഡ്. ബ്രോ, ഇവര് പോയപ്പോ എന്റെ കൂടെ നിന്ന പിള്ളേരുടെ അടുത്ത് തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. പക്ഷേ ഇപ്പൊ തിരിച്ചു വന്നവരെ പറ്റിയല്ല ഞാൻ പറയണത്. എന്റെ കൂടെ നിന്ന പിള്ളേരുടെ അടുത്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. ആ 2 പേരിൽ ആ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന 2 പേരിൽ പുതിയ 2 ആൾക്കാരോട് ആഡായി. അപ്പൊ ഇപ്പം TV ഒക്കെ അകത്ത് നിൽക്കുന്ന എല്ലാവർക്കും ഞാൻ ഒരേ ഇമ്പോർട്ടൻസേ കൊടുക്കത്തുള്ളൂ, എല്ലാവർക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഓരോത്തിനും ഓരോ കാരണം ഉണ്ടായിരുന്നു. ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറയാതെ തന്നെ ഒരു പെർട്ടിക്കുലർ സമയം കഴിയുമ്പോൾ ഓരോരുത്തർക്കും ഓരോ തിരിച്ചറിവ് വരും. മനസ്സിലായ? അത്ര എനിക്ക് പറയാനുള്ളൂ. എനിക്ക് അതിൽ കൂടുതൽ വേറെ ഒന്നും പറയാനില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ ചില കാര്യങ്ങളൊന്നും ചെയ്യണ്ട. അതൊരു പെർട്ടിക്കുലർ സമയമാകുമ്പം എല്ലാവരും മനസ്സിലാവും ആരുടെ ഭാഗത്താണ് ശരി, ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അത്ര എനിക്ക് പറയാനുള്ളൂ, വേറെ ഒന്നും ഇനി പറയാനില്ല. ജോക്കി പറ. ജോക്കി, അതായത് നമ്മുടെ സിറ്റിയിൽ ഒരു ഗാരു വൈറസ് ഇല്ലായിരുന്നു. ഭീമാകാരം എന്ന് പറയുന്ന ഒരു പുള്ളിയുടെ ചന്തിക്ക് ഈ വൈറസ് കയറിയതിനു ശേഷമാണ് ഗാരു വൈറസ് എന്ന് ഈ വൈറസിന് പേരിട്ടേക്ക്. ഭീമാകാരം എന്ന് പറയുന്ന ഒരു ആള് നമ്മുടെ സിറ്റിയിലുണ്ടായിരുന്നു. പുള്ളിക്ക് പെട്ടെന്ന് പനിയും ജലദോഷവും വന്ന് പുണ്ടിക്ക് എന്തോ കടിച്ചെന്നും പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഗാരു എന്നുള്ളൊരു വൈറസ് ആണെന്ന് പറഞ്ഞ് ഡോക്ടർമാർ കണ്ടുപിടിച്ചു. ഡോക്ടർ വർഗീസ് ജിയും രാഘവ് ജിയും. വർഗീസ് ജി XMDയുടെ ഹെഡാണ്. ഓക്കെ, അങ്ങനെ സെനിക് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് ഈ ഗാരു വൈറസ് എന്നൊരു സാധനം ലോഞ്ച് ചെയ്തത്. അങ്ങനെ നമ്മൾ KD അറിയാമോ? KD ഇത് വലിയൊരു കഥയാണ്, സമയം എടുക്കും, കുറച്ച് പ്രശ്നമുണ്ടോ? ഇല്ല, KD അറിയാം. KDയുടെ ഒരു പെങ്ങളുണ്ട്, മിയ ഖലീഫ. ചന്ദ്ര കുറച്ച് പ്രൈവസി തരൂ ചന്ദ്ര. മിയ ഖലീഫ എന്ന് പറയുന്ന ഒരു അനിയത്തിയുണ്ട് KDക്ക്. മിയ ഖലീഫ, നല്ല പേരല്ലേ? മിയ ഖലീഫ.
അത് ശരിക്കും പറഞ്ഞാൽ ദുബായിൽ എന്തോ ഒരു ബിൽഡിംഗ് അല്ലേ അത്? അത് ബുർജ് ഖലീഫ, ഇത് മിയാ ഖലീഫ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മിയാ ഖലീഫയ്ക്ക് ഇങ്ങനെ ഒരു വൈറസ് കിട്ടി. ഈ നമ്മളെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഭീമാകാരത്തിന് കിട്ടിയ വൈറസ് എങ്ങനെ മിയാ ഖലീഫയ്ക്ക് കിട്ടി? അത് ഇപ്പോഴും ഒരു മിസ്റ്ററിയാണ്. നമ്മൾ അതിലെ കൂടെ ആണെന്ന് ചിന്തിക്കാൻ പോകരുത്. നമ്മൾ അത് മനസ്സിലങ്ങ് ഫലിപ്പിക്കുക. ഏത് ഭീമാകാരന്റെ ബാക്കിൽ വൈറസ്? അതെ അതെ അതെ, ഏത് മറ്റേതായിട്ട് നമ്മളങ്ങ് ഫലിപ്പിക്കുക. നമ്മൾ അതിനെ കുറിച്ച് ചൂഴ്ന്ന് ചിന്തിക്കാൻ പോരുത്. നമ്മൾ മനസ്സിലങ്ങ് വിചാരിക്കുക ഭീമാകാരത്തിന് വൈറസ് ഉണ്ട്, എന്നാൽ മിയാ ഖലീഫയ്ക്കും വൈറസ് ഉണ്ട്. കേടി നമ്മുടെ ഒരു സഹോദര തുല്യം കാണുന്നിടത്തന്നല്ലേ, അവന്റെ അടുത്ത് പോയി പറയാൻ പറ്റുമോ ഭീമാകാരം മിയാ ഖലീഫിനെ? അല്ല, അങ്ങനല്ല, അങ്ങനെ വിചാരിക്കരുത്. പക്ഷെ അതാണ്. അങ്ങനെ ഇരിക്കെ മിയാ ഖലീഫയ്ക്ക് മിയാ ഖലീഫയുടെ ദേഹത്തോട്ട് എന്തോ ഒരു ഉണ്ട കയറി. എന്തോ ഒരു ഉണ്ട കയറി. ആ ഉണ്ടയെ കുറിച്ച് ഞാൻ അന്വേഷിക്കാൻ പോയിട്ടില്ല. ഒരു ഉണ്ട കയറി. അല്ല എടാ, മൊത്തം പറയട്ടടാ, ഇതെന്താണിത്? ഒരു ഉണ്ട കയറി. ഉണ്ട കയറി കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് ഈ ഗാരു വൈറസ് ഓൾറെഡി ഉണ്ടല്ലോ. അങ്ങനെ ഈ ഗാരു വൈറസിന്റെ ആന്റിഡോട്ട് ആ ഉണ്ട കയറിയ മിയാ ഖലീഫയുടെ ചന്തിന്ന് കിട്ടി. അങ്ങനെ ഗാരു വൈറസിന്റെ ആന്റിഡോട്ട് ഡോക്ടർ വർഗീസ് ജിയും ഡോക്ടർ രാഘവ് ജിയും ക്രോണോസ് ജിയും കൂടെ കണ്ടുപിടിച്ചു. അങ്ങനെ ഇരിക്കെ നമ്മൾക്കാണല്ലോ സിറ്റിയിൽ പവർ കൂടുതൽ, KVA TVA. അപ്പൊ KVAയുടെ ലീഡറായ കാർലോയും TVAയുടെ ലീഡറായ വാസു. അങ്ങനെ ഇരിക്കെ നമുക്ക് കോണ്ടാക്ട് ഇഷ്ടം പോലെ. ഈ ആന്റിഡോട്ട് കണ്ടുപിടിച്ചപ്പോ ഈ ഗാരു വൈറസ് സിറ്റിന്ന് മാറ്റാൻ വേണ്ടിട്ട് ഇവര് നമുക്ക് വൈറസ് തരും. അല്ല, വൈറസ് അല്ല, ആന്റിഡോട്ട് തരും ചെയ്യാൻ വേണ്ടിട്ട്, ആൾക്കാർക്ക് കൊടുക്കാൻ. നമ്മൾ രണ്ടും സ്ട്രോങ്സ്റ്റ് ഗ്യാങ്, 2 ഓഫ് ദി സ്ട്രോങ്സ്റ്റ് ഗ്യാങ്സ് നമ്മളാണല്ലോ. ഇത് കൊണ്ടുപോകാനാണ് ഇടക്കിടക്ക് എടുത്തെടുത്ത് പറയണത്. അല്ല, എടുത്തെടുത്ത് പറയുന്നതല്ല, നമ്മുടെ ആവശ്യമാണ്. അപ്പം ഈ KK ഇരിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കസേര എടുത്തത് ജെ അടിച്ചാൽ മതി, ഇറക്കി പിടിച്ചാൽ മതി. അങ്ങനെ ഒരു മിനിറ്റ്, ഞാൻ എന്റെ മൈക്കൊന്ന് ശരിയായിക്കോട്ടെ. മുന്നിനകത്ത് കയറണ നിനക്ക് ഇല്ലാത്ത സാധനം പിടിക്കാം. ചില്ലറ സൈസ് കേട്ടോ. അപ്പൊ ഷൗട്ട് ഇടുവോ ചോക്കി? ഷൗട്ട് എങ്ങനെ എച്ചോ? അതേതായിരുന്നു ബട്ടൺ? നിങ്ങൾക്ക് എന്റെ അകത്ത് മറ്റേ ബാക്ക് സ്പേസിന്റെ ഇപ്പുറത്തെ പ്ലസ്സാ. ഇതിപ്പോ ഞാൻ ചന്ദ്ര അത് പറഞ്ഞു വിടറാ. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇവിടെ ഇരിക്കാം. ഇപ്പൊ കേക്കാവോ? വേണമെങ്കിൽ ഇവിടെ കാണാൻ റൈറ്റ് സൈഡ് താഴെ, റൈറ്റ് സൈഡ് ഏറ്റവും താഴെ ഷൗട്ട് കാണിക്കും. ഷൗട്ട് നോർമൽ. എന്നിട്ട് നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയേ? കേക്ക് അങ്ങനെ ഒരു തീരുമാനം എടുത്ത് ഈ ഫോണൊന്ന് മാറ്റി വെക്കുക. വാസു, ഇതൊന്ന് സംസാരിച്ചോട്ടെ. വണ്ടി മുതുക്കി കിടക്കും. പിന്നെ എനിക്കൊരു ഫോട്ടോ കിട്ടിയായിരുന്നു. വണ്ടി ഇവിടെ ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചോട്ടെ, ഈ പാതിര കളിയുടെ ഓദർ അണ്ണു അല്ലേ? പാതിര കളിയുടെ എന്താണ് അതിന്റെ ഓദറില്ലേ അണ്ണു? നിനക്ക് എന്താ ചന്ദ്ര, നിനക്ക് എന്താ ഈ പുള്ളി നിനക്ക് ഇറിറ്റേറ്റ് ചെയ്യുമ്പോ നിനക്ക് എന്താ കിട്ടണേ? എടേ, അണ്ടി ഇല്ലാത്തവനെ, അണ്ടി ഉള്ളവൻ അണ്ടി ഇല്ലാത്തവനെ കാണുമ്പോൾ ഒരു കുശുമ്പ് വരുന്നില്ലേ? അതാണ് ബേസിക്കലി. എത്ര കുഞ്ഞാല് തുടങ്ങിയതാ പറയുന്നത്. നിനക്ക് ഇല്ലാത്തത് പിടിച്ചതാ ഞാൻ. നീ അവിടെ ഇരിക്കേ. അപ്പം കേക്ക് വളർത്തുവാണോ ഇതിനെയൊക്കെ? ചന്ദ്ര മൈര എണീറ്റ് പോ. ഞാനൊരു കാര്യം പറയാം. അടാ, കേക്ക് ഒരു തീരുമാനം എടുത്ത് നമ്മൾ 2 ഗാങ്സും കൂടെ ഇത് സ്പ്രെഡ് അപ്പ് ചെയ്യണം, നിന്റെ ആന്റിഡോട്ട്. അപ്പം വാസു ഉണ്ടോ? വാസു ഇല്ല. കാർലോ ഉണ്ടോ? കാർലോ ഇല്ല. അന്ന് തന്നെ ലോഞ്ചും ചെയ്യണം. എന്നെ കേക്കെ വിളിച്ചിട്ട് മറ്റേ മിസ്റ്റർ എക്സിന്റെ ഓഫീസിലോട്ട് വരാൻ പറഞ്ഞു. ഓഫീസിലോട്ട് ചെന്ന് നോക്കിയപ്പോ നിന്റെയും കാർലോയുടെയും ഓരോ ഡമ്മി ഇരിക്കുന്നു. അതെ, ഇതുപോലെ രൂപസാദൃശ്യമൊക്കെ എടുത്തോണ്ടോ വീട്ടില്. എന്നിട്ട് വാസു ഒന്നെങ്കിൽ ഞാൻ ഇവനെ കൊല്ലും, അല്ലെങ്കിൽ ഇവന്റെ അടുത്ത് ഒന്നും മിണ്ടായിരിക്കും ആരോചകം കോലീഡർ. അല്ല, ഇവനെ സസ്പെൻഡ് ചെയ്തേക്കുമല്ലേ? അതാ പറഞ്ഞ ആരോചകം കോലീഡർ. നമ്മള് ബന്ധമല്ലേ പറഞ്ഞ. എന്നിട്ട്
എന്നിട്ടെന്താ രണ്ട് ഹിസ്റ്ററി വിൽ റിപ്പീറ്റ്. ഇമാതിരി മൂഞ്ചിത്രം കാണിച്ചിട്ട് പോയിട്ട് വൺ ഡേ ദാറ്റ്സ് ഇറ്റ്. മൂഞ്ചിത്രം കാണിച്ച ആരും തിരിച്ചിവിടെ വന്നിട്ടില്ല ബ്രോ. ദാറ്റ്സ് ഇറ്റ്. വരുത്തതും ഇല്ല. അത്ര എനിക്ക് പറയാനുള്ളൂ. മൂഞ്ചിത്രം കാണിച്ച ഒരാളും തിരിച്ചിവിടെ വരത്തില്ല. കാണിക്കാത്തവരാണ് ഇവിടെ ഇരിക്കുന്നത്. എടേ ഇതിങ്ങനെ 24 ഒരു സ്റ്റോറി ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോ പോസ് ആയി കഴിഞ്ഞാൽ നീ ഇടയ്ക്ക് സംസാരിക്കല്ലടാ പ്ലീസ്. എന്നിട്ട് ഡമ്മി ഇരിക്കുന്നു. വാസു എനിക്ക് സീരിയസ്ലി എനിക്ക് വാസു അങ്ങോട്ട് ഒരു മിനിറ്റ് ഞാൻ മാറത്തരാ. ജോക്കി ഇവിടുന്ന് എണ്ണിക്കാൻ ട്രൈ ചെയ്യണമെങ്കിൽ ഇനി റീഫ്രഷ് അടിക്കണം. അത് തന്നെ അടിച്ചോണ്ടിരിക്കുന്നത്. ഇങ്ങ് വാ, നീ എവിടെ ഇരി. ഒരു കാര്യം പറഞ്ഞതിന്റെ ഇടയ്ക്ക് 100 കോണ. നിനക്ക് റെസ്പെക്ട് ഇല്ലടാ ചന്ദ്ര. നിനക്ക് കുറച്ച് അധിക വർത്താനോ അധികം ഇതോ ആവുന്നുണ്ടേ. എന്റെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതല്ല, ഞാൻ അണ്ണന്റെ അടുത്തൊരു ഇതുണ്ടല്ലോ ഒരു അന്ന് തന്നെ ഒരു മാനസിക സംഘർഷത്തിലാക്കല്ലേ നീ. ഇങ്ങോട്ട് വാ 3 ഇവിടെ കുത്തിരി. മിണ്ടരുത്. ഞാൻ ഈ കഥ പറഞ്ഞു തീരുന്ന വരെ മിണ്ടരുത്. ദൈവത്തെ ഓർത്ത് വിഷമിപ്പിക്കരുത്. മനസ്സിലായോ? മന്ദാരത്തിന് കേൾക്കണോ? നീയും കുത്തിരി. അങ്ങനെ 2 ഡമ്മികൾ. കാർലോടെ ഡമ്മി, വാസുവിന്റെ ഡമ്മി. ഞാൻ കേക്ക് എടുത്തൊരു കാര്യം ചോദിച്ചു. ഇത് നിങ്ങൾക്കൊരു കുട്ടിക്കളിയായിട്ട് തോന്നുന്നുണ്ടോന്ന് ചോദിച്ചു. നിന്റെ ഡമ്മി വെച്ചിട്ട് ഒരു ലോഞ്ച് നടത്താന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്യാങ്ങിന്റെ ഒരു നാണക്കേടല്ലേ ഇത്? നിന്നെ വിളിച്ചില്ല. നിന്നെ വിളിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വരാൻ പറ്റിയില്ല. വരാൻ പറ്റിയില്ല. അവർക്ക് അന്ന് തന്നെ ലോഞ്ച് നടത്തണം. ഞാൻ ചെന്ന് നോക്കുന്ന സമയത്ത് നിന്റെ അടയാളക്കിരിക്കുന്ന 2 ആൾക്കാര്, നിന്റെ വാസു കാറിലോടെ. അപ്പൊ ഞാൻ പറഞ്ഞ് നിക്കരുത്, കുത്തിരിടിമാ. എന്നിട്ട് ഞാൻ പറഞ്ഞ് ഇത് പറ്റത്തില്ല. അപ്പൊ ഉടനെ പുള്ളിക്കാരൻ പറഞ്ഞ് എന്നാ ഒരു കാര്യം ചെയ്യാം, KVA മറ്റേ ജോണിമാമനെയും ഇവിടുന്ന് എന്നെയും വിളിക്കാൻ. അയാളാണെങ്കി ഒരു ഭൂലോക പേടിത്തൂറി, പറയാതിരിക്കാൻ വയ്യ. ഞാനാണെങ്കി ഞാൻ നമ്മുടെ 4 പിള്ളേരെ വിളിച്ചിട്ട് വാടാന്ന് പറഞ്ഞ് അതിനകത്തോട്ട് കയറി വന്ന് നമ്മൾ സെറ്റാക്കി, നമുക്ക് എല്ലാം സെറ്റാക്കി, ഞാൻ പറഞ്ഞ കണക്ക് എല്ലാം സെറ്റാക്കി. പക്ഷെ ഈ കള്ളക്കിളവനുണ്ടോ വരുന്നില്ല. പുള്ളി എനിക്കൊരു പിക്ക് അയച്ചു തന്നെ കേടി. അതിനകത്താണെങ്കിൽ യമകണ്ഠൻ മിസൈലുകളുമായിട്ട് സെനിത് ഗ്രൂപ്പ് ഇത് തടയാൻ വേണ്ടിട്ടിരിക്കും. ഹലോ സാറേ, ഞങ്ങള് പുറത്തുണ്ടായിരുന്നു. അകത്തോട്ട് കയറട്ടെ? ജോക്കി ഇപ്പൊ പറഞ്ഞ ഡോസേജ് ഇല്ലേ, മിയ ഖലീഫയുടെ ചന്തിക്ക് വെച്ച മരുന്ന്, ആ മരുന്നായിട്ട് വെളിയിൽ നിൽപ്പുണ്ട് അവര്. ആരാ? കേക്ക്. ഒരു കാര്യം പറയട്ടെ, ഈ ഉണ്ട് കിണ്ടിയുണ്ടെന്നൊക്കെ പറയുന്നേ ഉള്ളൂ. പുള്ളിയുടെ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അറിയാം യഥാർത്ഥ അവസ്ഥ. ദൈവത്തെ ഓർത്ത് തലയെ കയറ്റിയൊന്നും വെക്കണ്ട. ആ ബിൽഡിങ്ങിനകത്ത് ഫസ്റ്റ് ഡോറും ലാസ്റ്റ് ഡോറിനും മാത്രമേ ഉള്ളൂ പൂട്ട്. ഫസ്റ്റ് ഡോറിനും ഗേറ്റിനും മാത്രമേ ഉള്ളൂ പൂട്ട്. അതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ കുറെ ഫിംഗർ പ്രിന്റ് സാമാനങ്ങളുണ്ട്. അതൊന്നും ആവശ്യമേ ഇല്ല. ഞാൻ നോക്കുന്ന സമയത്ത് അങ്ങനെ ഓഫീസിൽ ചെന്ന് നോക്കുന്ന സമയത്ത് മറ്റേ ചുമന്ന കോണാനും മറ്റേ എന്തുവാ സ്പെല്ലിംഗ് പോലും അറിയാത്ത എന്തോ. നമുക്ക് അത് നോക്കണ്ടല്ലോ, നമുക്ക് ഈ ഷോട്ട് അടിക്കേണ്ടി വരുന്നത്. അതല്ല ഞാൻ പറയുന്നേ, മറ്റേ തലയിൽ കയറ്റി വെക്കണ്ട. പക്ഷെ നമ്മള് പുള്ളിയെ അങ്ങനെ താഴ്ത്തി കാണിക്കുന്നതായിട്ടും വേണ്ട. ജോക്കി സംസാരിക്കണ്ട, ജോക്കി മാനേജ് ചെയ്തോ. ഞാൻ മാനേജ് ചെയ്യാം. ഇന്ത്യ വരുന്നില്ല ഇങ്ങനെ. എനിക്കൊരു സെക്യൂരിറ്റി പ്രോബ്ലംസ് ഉണ്ട്. അവരെ വണ്ടി ഒന്ന് ചെക്ക് ചെയ്യേണ്ടാത്തേ പറ്റില്ലേ? നീ എന്നാ ഫുള്ള് പോയി ചെക്ക് ചെയ്തിട്ടോ, ഞങ്ങൾ സംസാരിച്ചിരിക്കാം. എടാ ചന്ദ്ര, ഇത് മിസ്റ്റർ എക്സ് എന്നുള്ളതല്ലടാ. അല്ലേ കേക്ക് ആരും ഇത് വേറെ മിസ്റ്റർ എക്സിന്റെ കേക്ക് അല്ലേ? അല്ലല്ല, ഇത് വേറെ ആള്. മുടി മാറ്റി വാസു. ഒരു പടം വന്നിരിക്കണ ഫ്രണ്ടില്. വിളിച്ചിട്ടോ ഹലോ മിസ്റ്റർ കേക്ക്, ഹൗ ഡു യു ഡു?
I'm fine. How are you? എന്റെ പൊന്ന് മോനെ നിന്നെ കുറിച്ച് ഇപ്പൊ ഞാൻ പറഞ്ഞോണ്ടിരുന്നേ ഉള്ളൂ എന്റെ പൊന്ന് കേടി. കേടിയായിരുന്നു കേടി. ഇപ്പം ആളുടെ സൗഹൃദം ഇമാതിരി ആൾക്കാരായിട്ടാണ്. ഇത് എവിടെ പോയി തീരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പറയണ മിയ ഖലീഫയുടെ ചന്തിക്ക് വെച്ച മരുന്ന് എന്നൊക്കെ പറഞ്ഞു എന്തൊക്കെയോ കാര്യങ്ങൾ ഡീൽ ചെയ്യണം. എനിക്ക് അറിഞ്ഞൂടാ. ഇത് ടൈപ്പ് ലാസ്റ്റ് പ്രോപ്പർ പറയുവാണെങ്കിൽ അങ്ങനെ ആണ് എനിക്ക് തോന്നണം കണ്ടിട്ട്. നോക്കാം എന്താണെന്ന് നോക്കാം. ഗ്യാങ് വണ്ടിയെല്ലാം എടുത്ത് സേവ് ചെയ്യോടാ. ഗ്യാങ് വണ്ടിയെല്ലാം എടുത്ത് സേവ് ചെയ്യോടാ. കേടി കുറവാണ്. ഓ റേഡിയോയിൽ ഇല്ലല്ലേ ഞാൻ. അല്ല അത് പണ്ടായിരുന്നു, ഇപ്പൊ അതല്ല. എടാ ഈ വെളിയിൽ കിടക്കുന്ന ഗ്യാങ് വണ്ടിയെല്ലാം നമ്മുടെ ഒന്ന് സേവ് ചെയ്തേക്കോടാ. അത് 2 വർഷം മുന്നേ FK ആരാ? ഇല്ലണ്ണ ആരില്ല. ഡീമണ്ട് അപരനാരെന്നാ വിചാരിച്ചേ. ബാക്കി നോക്കിയപ്പോ ഇതാണോ ചത്തിരിക്കണ ടിവിയുടെ മുകളിലുള്ള അടിച്ച് ചാരി വെച്ചേക്കുന്നുണ്ടാ. ഇങ്ങനെ മറ്റേ ഡെസ്ട്രോയിട്ട് അടിയായി അവ എടുത്തിട്ട് ഇടിച്ച ചാരി ഇടിച്ചിടാൻ പോലും പറ്റണല്ല. അങ്ങനെ കൊണ്ടുവന്ന നമുക്കൊരു മീറ്റിംഗ് റൂം വെളിയിൽ കുറച്ച് വലുത് വേണം കേട്ടാ. ഇല്ല നമ്മ ഈ റൂം ഇരുന്നാൽ പുറക്കണം. ആരാണ് രായ വീട് പണിയുമ്പോഴേ രായ ഒരു 40 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു മീറ്റിംഗ് റൂം വേണം കേട്ടാ. നമുക്ക് ഇരിക്കാൻ പറ്റണം കേട്ടാ. അതായത് ഇവിടെ അകത്ത് പണിയണോ അതോ വെളിയിൽ ഓൾറെഡി ഉണ്ട്. അതെങ്ങനെയാണ് ചെയ്യണം? ഓക്കെ. ടോർച്ചർ റൂം വേണേ ഒരെണ്ണം. അത് ഇല്ല മൊത്തത്തിലെല്ലാം ഒരു വരുന്ന സംഭവമായിരുന്നു. അല്ല ടോർച്ചർ റൂം എനിക്ക് എന്തായാലും വേണം. അത് ഉറപ്പായിട്ടും. ഓക്കെ ഇവരെ നിർത്തുക വാസു. എല്ലാരും നിക്കണ്ട. എല്ലാരും ഇരിക്കും. നിങ്ങൾ നമ്മളെ ഗസ്റ്റ് അല്ലേ. നമ്മൾ ഇരുന്നായിരുന്നു. അണ്ണാ എനിക്ക് കുത്തിയതായത്. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്ക് പോസിറ്റീവ് ആണ് ഗാരി വൈറസ്. എടാ അപ്പുകൂട്ടനൊക്കെ എന്താ ഈ ഗാരി വൈറസിന്റെ എഫക്ട് എന്താ? നമുക്ക് അത് പിടിപെട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും ഗാരി വൈറസ്? അണ്ടിയില്ലാത്തവന്മാർക്ക് അത് ബാധിക്കത്തില്ല. സോ ആൾക്കാരൊക്കെ പറഞ്ഞു ബോയ്സ് എന്ന് വിളിക്കുന്നത് നിങ്ങളാണോ മണ്ടന്മാരെ? മുന്നോട്ടേക്ക് സാർ. ഹലോ പറയൂ സാർ. എന്റെ പേര് രാഘവൻ പിള്ള. ജോക്കി ഓർമ്മയുണ്ട്. ജോക്കി ഇത് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ വൈറസിന്റെ കാര്യങ്ങളെ പറ്റി. ഒരു 2 ദിവസം മുമ്പ് ജോക്കിയും നിങ്ങളെ പിള്ളേരും കൂടി നമുക്ക് സഹായം ചെയ്തായിരുന്നു. വലിയ സഹായമായിരുന്നു അത്. ബാലൻസ് നിങ്ങളെ അറിയിക്കാനും അതിനുള്ള വാക്സിനേഷനും കൂടി പറയാൻ വേണ്ടി പറഞ്ഞത്. ഇതിലിപ്പോ നിങ്ങൾ 2 പേര്, ഒരു മദാര ഡ്യൂപ്ലിക്കേറ്റ് കൺഫേം ഫുള്ള് ഇങ്ങനെ കാശായിട്ടുള്ള എന്താ പരിപാടിയാണ്. ഒന്ന് നോക്കിയാണ് നമുക്ക് വാക്സിൻ എടുക്കാനുണ്ട്. അതുപോലെ ബാക്കിയുള്ളവരൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ആന്റിവൈറസ് കൊടുക്കും, നെഗറ്റീവ് ആണെങ്കിൽ പ്രിക്കോഷന്റെ ഭാഗമായിട്ടുള്ള ഡോസ് എടുക്കും. അതിനു വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ ഡോസ് എടുത്താൽ എന്തെങ്കിലും പ്രശ്നം വരുമോ? പണ്ട് കോവിഡ് ഡോസ് എടുത്തതിന് ശേഷം അറ്റാക്ക് ഒക്കെ വരുമെന്ന് ആൾക്കാർ പറഞ്ഞു വരുത്തിയിട്ടുണ്ട്. അതുപോലെ എന്തെങ്കിലും വരുമോ? ഇല്ല അങ്ങനൊന്നും വരില്ല. കാരണം നമ്മൾ സ്വന്തമായിട്ട് ടെസ്റ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. ഇതിപ്പോ എന്തിനാ ടെസ്റ്റ് ചെയ്തത്? പട്ടിലെ പൂച്ചയുടെ മറത്താ? ഒരു മരത്തിൽ വെച്ച് നോക്കി. നിങ്ങളൊക്കെ ഈ ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടോ ഓൾറെഡി? അവിടെ ഇരിക്കുന്ന സാറിനൊക്കെ ഉണ്ടോ ആ ബ്ലൂ കളർ? ഈ സാർ അതാണ് തെളിവ്.
ക്ഷീണമുണ്ടല്ലോ മൊത്ത്. എവിടെ ഇല്ലില്ല. കുത്തിയ സാർ അതും കൂടെ കാണിച്ചു. എഴുന്നേക്കാനൊരു കാലിനൊക്കെ ഒരു Sorry, sorry. തളർച്ച പോലെ തോന്നുന്നു. ചന്തിയിലായിരുന്നോ തുടയിലായിരുന്നോ കുത്തിയത്? ഓഫീസേഴ്സ് എല്ലാം എടുത്തത്. പിന്നെ മിയ ഖലീഫ എങ്ങനെ ഇരിക്കുന്നു സാർ? മിയ ഖലീഫയ്ക്ക് കുറവുണ്ടോ? കുറവുണ്ട് ഭീമാകാരം ചത്തുപോയല്ലേ? ഇല്ലല്ലോ ഭീമാകാരം ഉണ്ടല്ലേ? ഉണ്ട് പക്ഷെ നമ്മുടെ സ്റ്റോറിയിൽ ചത്തുപോയായിരുന്നു ജോക്കി പുള്ളി. അത് കുഴപ്പമില്ല. ഇപ്പൊ മനസ്സിലായില്ലേ മറ്റേ ആഴ്ന്ന് ചൂട് സംഭവം അത് തന്നെ. അപ്പൊ ഇത് നമ്മൾ ഓരോരുത്തർ ഡ്രസ് ചെയ്യണം നമ്മളെ. അതെ അപ്പൊ ചന്ദ്രൻ ആദ്യം ഡ്രസ് ചെയ്യും. ഓരോരായിട്ട് വന്നാല് സാർ ഒരു ഡൗട്ട് കൂടെ ചോദിച്ചോട്ടെ. ചോദിച്ചോളൂ. ഇത് മറ്റേ ഇതുപോലെ 1, 2, 3 ഡോസ് ഒക്കെ ഉണ്ടോ? ഇല്ല ഒറ്റ ഡോസേ ഉള്ളൂ. പോസിറ്റീവ് ആണെങ്കിൽ ആന്റിവൈറസിന്റെ ഒരു ഡോട്ടും, നെഗറ്റീവ് ആണെങ്കിൽ പ്രിക്കോഷന്റെ ഒരു ഡോസ്. ഉണ്ടെങ്കിലും ഡോസ് എടുത്തേ പറ്റുള്ളൂ അല്ലേ? ഉണ്ടെങ്കിൽ അത് ക്യൂർ ചെയ്യാനുള്ള ആന്റിഡോട്ടിന്റെ ഡോസ്, അതില്ലെങ്കിൽ പ്രിക്കോഷന് വേണ്ടിയിട്ടുള്ള ഡോസ് വരാതിരിക്കാൻ. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. ഇതെടുക്കണം. ആദ്യം തന്നെ വാസു എടുത്തോളൂ. ഗ്യാങ്ങിന് ഒരു മുതൽക്കൂട്ടായി ചുണക്കുട്ടനായി എടുക്കടാ അങ്ങോട്ട്. അല്ല ജോക്കി, ഇത്രയും ഞാൻ ചന്ദ്രൻ അത്രയും വിഷമിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ച അവനെ ഒരു കാര്യങ്ങൾ ഉൾപ്പെടുത്തിയില്ലെന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ എടുക്കട്ടെ. വാ ചന്ദ്ര, വാ ചന്ദ്ര, വാ ചന്ദ്ര. കണ്ടവരൊക്കെ കണ്ടുപിടിച്ച മരുന്നിന് ചന്തി കൊടുക്കാനൊന്നും എനിക്ക് പറ്റില്ല. മന്ദാത്തിനല്ല കൊടു. വലിയ പ്രശ്നം. ഇങ്ങനെയൊക്കെ വയ്യ പൈസ കാണിച്ച സാധനങ്ങൾ കൊണ്ടൊരു മനുഷ്യൻ ഇതെന്തോ നമ്മള് എനിക്ക് തോന്നാൻ നമ്മുടെ എനിക്ക് തോന്നുന്നു ഞാൻ എന്റെ ഡൗട്ട് പറയാം. എന്റെ ഒരു അസംഷൻ ഞാൻ പറയാം. അതായത് നമ്മൾ പെമ്പിള്ളേരെ പുറകെ പോവാതിരിക്കാൻ നമ്മുടെ ഉപേന്ദ്രങ്ങൾക്ക് എന്തോ ആപത്ത് ഇതെന്തോ ഉപയോഗിക്കാതിരിക്കുള്ള എന്തോ സാധനമാണ് ഇത്. നോട്ട് സൈഡ് എഫക്ട് അത് പിന്നെ എപ്പോഴും പിന്നെ അതാണ് ഇത്. അപ്പൊ തന്നെ ഇത് ഞാൻ കാര്യം ഉരയ്ക്കാൻ കാർഡ് വേണം നമുക്ക്. വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു അണ്ണനോട് എന്തായാലും എടുക്കണം എന്നൊക്കെ പറഞ്ഞു. എടുക്കും അണ്ണടുത്ത് ആദ്യം 50 ചന്തി കൊടുത്താരാ അടിക്കണമെന്ന് പറഞ്ഞു. അണ്ണൂനെ കാര്യം എടുക്കാൻ പറഞ്ഞ ജോക്കി. ഞങ്ങളുടെയൊക്കെ തീരുമാനം എന്ന് പറഞ്ഞാൽ ജോക്കി, നമ്മുടെ കുടുംബത്തിൽ ഇത്രയും മൂത്തിട്ട് ജോക്കിയോടെ നിൽക്കുമ്പോൾ ഞങ്ങളിത് കാണിക്കുന്നത് ഒരുമാതിരി ഒരു ഇത് വേറെ. ജോക്കി ഞാൻ ആദ്യം എടുത്തു. അപ്പൊ കൂട്ടതാ അവനല്ലേ പോസിറ്റീവ്. എനിക്ക് പോസിറ്റീവ് ഒന്നുമില്ല. പോസിറ്റീവ് ആയ ആദ്യം 2 ആൾക്കെടുക്കാം. പപ്പുകുട്ടാ, എനിക്ക് ഈ സൂചി അങ്ങനെ ഒരാള് പറഞ്ഞേ എങ്ങോട്ട് വാ. അലർജി എനിക്ക് അപ്പാപ്പ ഇവിടെ നിൽക്കുമ്പോ അപ്പാപ്പനുണ്ട്. അപ്പാപ്പനുണ്ട് നമ്മളെ കൂടെ. വാ 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 ഒന്ന് സ്റ്റോപ്പിന്റെ മുകളിൽ കയറി കിടക്കാം. ഇതെടുക്കുമ്പോഴേ ചിലപ്പോ മയങ്ങ് വീഴാൻ സാധ്യതയുണ്ട്. അപ്പാപ്പ ഒന്ന് കയറി കിടക്കാം. ഒന്ന് സഹകരിക്കാം പാപ്പ, ഒന്ന് സഹകരിക്കാം. ഒന്ന് ചെല്ലേ. ശബ്ദമില്ലേ? വാ മാത്രം അനങ്ങുന്നേ. ഹലോ, നൈസായിട്ട് കള്ളൻ. നിങ്ങളെ കൂടുതലൊക്കെ നടന്നു വരാൻ വയ്യ കേട്ടോ. ആർക്കൊക്കെ വെച്ച് വെച്ചൊക്കെ വരണം. ഹലോ ഹലോ ഹലോ, മറ്റേ ഗാരു വൈറസിന്റെ വാക്സിൻ. ഞങ്ങളെല്ലാരും എടുത്തു. നമ്മളെല്ലാരും എടുത്തു. അയ്യോ ഞാൻ ഒരു ഇപ്പൊ വരാവേ. അപ്പൊ സമയം പോണേ. ഇത് കുഞ്ഞുകളിക്കൽ അവര് ഡോക്ടർമാർക്ക് പോണം. ഈ വയസ്സാം കാലത്ത് വല്ലതും പറ്റിക്കഴിഞ്ഞാൽ ഞങ്ങള് നോക്കണം. കേടി തന്ന അവിടെ പോയിട്ട് അപ്പാപ്പ ഇങ്ങോട്ടൊന്ന് വാ. ഇങ്ങോട്ട് പോയി കെടു തന്നേ. എടാ ആരിലും ഒരാൾ ധൈര്യം കാണിക്കടാ. എടാ ഒന്ന് അപ്പുകുട്ടാ വാടാ. അപ്പുകുട്ടാ
അപ്പൊ കൂടെ എന്തിനാ വെറുതെ പ്രശ്നം ഇത് എന്താ ഒരു ധൈര്യമില്ലല്ലോ ഹലോ എവിടെ കിടക്കണ്ടേ വലിയൊരു പ്രശ്നമുണ്ട്. എന്തൊക്കെയാണോ എവിടെ ഷോപ്പിന്റെ മേലെ മേഡൽ എടുക്കുന്നേ അല്ലേ മാഡം ഓഫീസർ അല്ലേ ആർമി ഓഫീസർ അല്ലേ എവിടെ എടാ ഒരാളൊന്ന് എടാ അപ്പാപ്പ ഒന്ന് പോയി എടാപ്പാപ്പ നിങ്ങള് അണ്ണാ എനിക്കൊന്ന് ടോയ്ലറ്റ് ആയിരുന്നു പോണായിരുന്നു. ഇല്ല കുഴപ്പമില്ല എടുത്തിട്ട് പോ ഇപ്പൊ എടുത്തിട്ട് പോ ഒരു ഉറുമ്പ് അടിക്കുന്നവനാണ് ഇപ്പൊ കഴിയും. എടുത്തിട്ട് 2 സെക്കൻഡ് കൊണ്ട് കിടക്കണം ഓക്കെ അല്ലേ ഈസി തിരിഞ്ഞു നടക്കണോ കമ്മന്ന് നടക്കണോ എങ്ങനെ നടക്കണം? നിന്റെ പിന്നിലല്ലേ ചന്തി നേരെ അടക്കാൻ പറ്റത്തില്ലല്ലോ. ചന്ദ്രു ഇത് ട്രെൻഡൊന്നും അല്ല കുത്താൻ പോകുന്നത്. അവര് ബാക്കിയുള്ള ഡോക്ടേഴ്സ് മേളിൽ 3 റൂമിലേക്ക് അവിടെ പോയിട്ടുണ്ട്. അപ്പൊ ഓരോരുത്തരോടായിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഞാനും കൂടെ വരാം. എല്ലാരും ഞാൻ മേലോട്ട് പോവാം. ജോക്കി മാസ്റ്റർ തന്നെ എടുത്താ എടുത്തില്ല ചോര വരുന്ന സൂചി കുത്തിയാ ചോര വരുന്ന സൂചി അതെ ചന്ദ്ര അപ്പൊ നിങ്ങളും സൂചി പേടിയാണോ? ഇങ്ങൊന്ന് അത് തന്നെ നീ അകത്ത് 2 ക്ലിപ്പ് കണ്ട് നോക്കി ടെസ്റ്റ് ചെയ്ത് നോക്ക്. ഇതിന്റെ ഇത് സാധനം തന്നെ ഇത് മറ്റേ ആന്റിഡോട്ട് ഉണ്ടോ ഇതിന്റെ ആന്റിഡോട്ടെല്ലാം ഉണ്ടാവോ? ഇതാ തന്നെ ഇത് സാധനം കറക്റ്റ് തന്നെ പോയി. ഇതിനിപ്പോ എന്ത് അണ്ണുവിന്റെ തലവാളം പിടിച്ചെന്ന് പറഞ്ഞിട്ട് എല്ലാരും അങ്ങനെ ആക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ഇത്. പുള്ളിക്ക് ഇൻട്രസ്റ്റ് ഇല്ല, പിന്നെ നമ്മളത് മൊത്തത്തിൽ കളയാനായിരുന്നു ഇല്ല അണ്ണ അത് എടുക്കാനുള്ള ഷോക്കാണ് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും. ഞാൻ എടുക്കത്തില്ല. നമ്മളെ ഇല്ലത്തെ കാരണവര് പറയുമ്പോഴത്തേക്കും കാരണവർക്കെങ്കിലും സാമാന്യം ഇരിക്കട്ടെ. നിന്റെയോ പോയില്ലേ? വന്ന ഇഞ്ചക്ഷൻ എടുത്ത സാധനം ചുരുങ്ങി പോകുന്ന പറയുന്നത്. നീ 2 ദിവസം എടുത്തില്ലേ? ഇവരുടെ പേടിക്കല സാധനത്തോട് ചുരുക്കൊന്നും പേടിക്കണ്ട. നീ സേഫ് ആടാ, നീ സേഫ് ആണ്. ഇതെന്തിനിവിടെ സൂചി വേണ്ടി അതുകൊണ്ട് പേടെ സഹായിക്കുന്നേ. അയ്യോ സാർ എടുത്തു പായസം കാലത്ത് ഇങ്ങനെ കഴ കണ്ട ആ പെണ്ണ് തന്നെ എടുക്കണമെന്ന്. അതെ, ഇങ്ങനെയൊക്കെ തിരിച്ചു പിടിച്ചിട്ടെ ദൂരേന്ന് സൂചി എറിഞ്ഞു പിടിപ്പിക്കണം ചന്തയില്. അവിടെ ഇരുന്ന് ആടണം ഇങ്ങനെ ഒരു 3 സെക്കൻഡ്. ആ പെണ്ണ് തന്നെ എടുക്കണത് ഇമോഷണൽ സപ്പോർട്ട് ആയിട്ട്. ആമൻ കാമക്കുതിര. അണ്ണന്റെ അഡ്വൈസ് വേണം അണ്ണ എനിക്ക്. എന്തിനാടാ നിന്റെ പൂച്ചക്കൊരു അതാകുമ്പോ ഈക്കലാവും. അണ്ണാ എനിക്ക് പണ്ടൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവള് പഠിക്കണം എന്തോ മറത്ത് പോയി. പിന്നെ കൊറേ കാലത്ത് ശേഷം എന്നെ വിളിച്ചതൊന്നുമില്ല, കോണ്ടാക്ട് ഇല്ല, ഒന്നുമില്ല. ആ വഴിയെ വളങ്ങ് പോയി. കൊറേ മാസങ്ങൾ കഴിഞ്ഞ് ഞാനൊരു കൊച്ചുമായിട്ട് റിലേഷൻഷിപ്പിലായി ഈ അടുത്ത്. ബാക്കി പറയാം ഞാൻ കേട്ടോ, പിന്നെ പറയാം. Still remember you asking decision for chat and comments, hopefully nothing repeat like before. ഇല്ല ഇനി അങ്ങനെ ഉണ്ടാവാതെ നോക്കൂ. വാസു ഒരു കാര്യം പറയട്ടെ വാസു, നീ എനിക്കൊരു മിസ് കോൾ അടിച്ചേ. അല്ല ഞാൻ അങ്ങോട്ടൊരു മിസ് കോൾ അടിക്കാം. ജോക്കി എന്റെ നമ്പർ മിസ് കോൾ അടിക്കാം. അല്ല എന്തിനാ ഷെയർ കോണ്ടാക്ട് മതിയല്ലോ. ഇങ്ങോട്ടൊന്ന് ഷെയർ ചെയ്തേ, ഇങ്ങോട്ടൊന്ന് ഷെയർ ചെയ്ത നമ്പര്. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ,
ജോക്കിയുടെ നമ്പർ ഒരു മിനിറ്റ് മോനെ, ഒരു മിനിറ്റ്. ആര് ഷെയർ ചെയ്യാതിരിക്കും ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞോട്ടെ. കാര്യമുണ്ടേ അണ്ണുവിന്റെ നമ്പർ TVS നമ്പർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരുന്നുള്ളൂ. അത് മാറ്റിയാ മതി. ഇപ്പൊ അയക്കാം വാസുവേ, ഇപ്പൊ അയക്കാം മോനെ, ഇപ്പൊ അയക്കാം. അതെവിടെയാണ്? എനിക്കൊരു ഹായ് അയക്കൂ. എനിക്കൊരു ഹായ് അയക്കൂ. ഇത് എവിടെയാണ് ഇത് നമ്പർ ഷെയർ ചെയ്യുന്നത്? എങ്ങനെയാണടാ ഇതിനകത്ത്? ഏറ്റവും മേലെ കണ്ട അണ്ണന്റെ പേര് കാണും. അതില് ഷെയർ. അത് ഷെയർ എവിടെയാണത്? അണ്ണന്റെ പേര് കാണുമല്ലോ അവിടെ. കോണ്ടാക്ട്സിൽ ഏറ്റവും മേലെ അണ്ണന്റെ പേര് അതില് ഷെയർ നിക്കുക. എന്നിട്ട് ഓരോരുത്തർ വല്ലാത്തൊരു കഷ്ടമാണ് എന്റെ പൊന്നു വാസു. നമ്പർ എത്ര? ജോഗി ഇതാ ഷെയർ ചെയ്തിട്ടുണ്ട്, എല്ലാവർക്കും ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഒന്ന് ഹോൾഡ് ചെയ്യണേ. പോകുന്നില്ല. എടാ ഇതിനകത്ത് എങ്ങനെയാടാ ഇമേജ് ഷെയർ ചെയ്യുന്നേ? ഇമേജ് ഷെയർ ചെയ്യുന്ന അണ്ണു ഇമേജ് ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ ഒരു ഷെയർ ഓപ്ഷൻ ഉണ്ട്. അത് ഷെയർ ചെയ്യണം. ബാക്കിയുള്ളൊരു ഫോണെല്ലാം പൊക്കി വെക്കണം, എങ്കിലേ ഷെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. എടാ മോനെ, ഞാൻ നിനക്കൊരു ഇമേജ് അയച്ചിട്ടുണ്ട്, അത് എന്തുവാണെന്ന് നോക്കിയടാ. എനിക്ക് വന്നില്ല. നോക്കട്ടെ, ഇപ്പൊ വന്ന് കാണും. അണ്ണ അക്സെപ്റ്റ് ചെയ്യണം, ഫോൺ മാറ്റല്ലേ. ഇമേജും ബാക്ക് അടിക്കല്ലേ. അക്സെപ്റ്റഡ് ആണ്. അതെന്താണ് മോനെ? അത് ഫോട്ടോഷോപ്പ് ആണെന്നും പറയല്ലേ. കാര്യം പറയണ വാ. വല്ലുമോനാണോ? ഇത് അയച്ചു കൊടുത്തവൻ ഏതവനാണെങ്കിലും പുഴുത്തു പോവും. ദൂരക്കീഴ കൂതിക്കും മാനത്തെ അമ്പഴങ്ങ ഞാനൊന്ന് ഇടിച്ചു വിട്ടേ. വാക്സിൻ എടുത്തില്ലല്ലോ നിങ്ങളെ തെരഞ്ഞെടുക്കേണ്ട ഡോക്ടർ. ഞാൻ പറയട്ടെ, നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിട്ടല്ലേ ഇത്രയും ഈ കുടുംബത്തിനെ നോക്കി എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, നമ്മൾ ഇവിടെ ഇരിക്കാം. ഇങ്ങോട്ടൊന്ന് കൊണ്ടുവന്ന് കുത്തു. ഇങ്ങോട്ട് നമുക്ക് തറയെ കടത്തുന്ന പറഞ്ഞാൽ മോശല്ലേ. വേണ്ട, കുനിഞ്ഞങ്ങോട്ട് നീക്കിയാ മുണ്ട കൂരിയാ പോലെ. എന്നാ ഊത്ത് ഡോക്ടറെ വിളിക്കട്ടെ, വെറുതെ പോരുത്. കിടക്കുന്ന ഏതായിരുന്നു ജോഗി? ഞാൻ നോക്കിയേക്കെ. ഞാൻ ഇപ്പൊ ഡോക്ടറെ വിളിച്ചിട്ട് വരാം. അല്ലെങ്കിൽ സൺബാത്ത്. സൺബാത്തോ? സൺബാത്ത് അല്ലെങ്കിൽ സ്ലീപ്പ്. മറ്റേ വാസു മറക്കല്ലേ, ഇവിടെ തന്നെ നിക്കണേ. അല്ല, അതിനൊരു ക്ലാരിറ്റി വേണം. പാന്റും കൂടെ അഴിക്കാനുണ്ട്. പാന്റും കൂടെ അഴിച്ചിട്ട് അങ്ങോട്ട് കിടക്കാം. എന്താണ് ഒന്നും കൂടെ പറയാം. എന്താരം? സൺബാത്ത് അല്ലെങ്കിൽ സ്ലീപ്പ്. ബം സ്ലീപ്പ് അല്ലെ സൺബാത്ത് അല്ലെ ലേ ഡൗൺ പറയുന്നുണ്ട്. പാന്റ് ഊരി എന്നാലേ ജെട്ടി വരത്തുള്ളൂ. ഇതാവുമ്പോ കറക്റ്റ് ആയിട്ട് ഒന്ന് എടുക്കുകയോ. ആദ്യം പാന്റ് ഊരണ. ഒന്ന് പാന്റ് ഊരിയിട്ടൊന്ന് കിടക്കന്റെ പൊന്ന് വാസു. ഒന്ന് എടുത്തിട്ട് പോട്ടവരെ. ചൊറിഞ്ഞോണ്ട് കിടക്കണേ. അത് പിന്നെ മഴയില്ലയോ, വെള്ളം വീഴുമ്പോ ഒരു കുത്തല്. മറ്റേത് മറക്കല്ലോ കേട്ടോ. ഇതൊന്ന് എടുത്തിട്ട് പോട്ടെ. ഇവ എങ്ങനെങ്ങാനും ഡെലിവറി ചെയ്ത് എത്ര നേരമായിട്ട് കിടക്കുമോ? സത്യം. നമ്മുടെ മുന്നിൽ കിടക്കാനേ. ഇന്നലെ രാത്രി മൊത്തം അഡ്മിന്റെ അടുത്തായിട്ടേ കുട്ടി കുറച്ച് വലുതായി. സാർ ഓക്കെ അല്ലേ സാർ? ആദ്യ ഒരാള് എടുത്താണ്. കയ്യിലെടുക്കോ? ഒരാള് ആദ്യ ഒരാള് അല്ലെ മാറിപ്പോ. ഒരാൾക്ക് കിട്ടേ. എന്റെ പൊന്നു സാറേ, ഒന്ന് കുത്തു പെട്ടെന്ന്. ഇതിനി പിന്നെ കിടക്കാൻ പറയരുത്. കിടക്കാൻ പറയില്ല. ആദ്യം എടുക്കുന്ന ആള് വന്നു. നല്ല വേദനയുണ്ട്. അതല്ലേ അറിയാവോ വാസുവിനെ? മേഡത്തിന്റെ നമ്പർ കിട്ടാൻ വേണ്ടിട്ടാണ് ഞാൻ ആ ഇഞ്ചക്ഷൻ മൊത്തം വാങ്ങിയത്. അറിയാവോ? എന്റെ ത്യാഗം മനസ്സിലാക്കണം വാസു. എന്നിട്ട് കിട്ടിയാ? കിട്ടി.
മാഡം ഡ്യൂട്ടി ടൈം എന്നല്ലേ? ഓക്കെ നോട്ട് ചെയ്യുന്നു. അല്ലല്ല ഇല്ല ചുമ്മാ റേഡിയോയിൽ എന്താ പേരിട്ടേക്കണേ? റേഡിയോയിൽ എന്താ വാസവന്റെ പേര്? ടിൽ യങ് അപ്പു. അയ്യോ അതാരത്? പഴ കാമക്കുതിര. കിടക്കുന്നുണ്ട് എടുത്തെടുത്ത് വാസവന് ഇരട്ടച്ചക്കനാ. അപ്പൊ രണ്ടെണ്ണം എടുക്കണേ. വാസവന് അപ്പൊ മറ്റച്ചക്കൻ എന്താ ചെയ്യും? ഒന്ന് മാറ്റിക്കോ. റിലാക്സ് ആയിട്ട് ഇരിക്കണേ. ഒരു 10 സെക്കൻഡ് മയക്കം ഉണ്ടാവും. അതത് സന്ധിയിലെ മസിൽ പിടിക്കരുത്, മനസ്സിലായോ? റിലാക്സ് ആയിട്ട് എനങ്ങാൻ പറ്റത്തില്ല, എനങ്ങാൻ പറ്റത്തില്ല. ഞാനും പറ്റത്തില്ല, ഒന്നും പറ്റത്തില്ല. നമ്മള് കുറച്ച് റിലാക്സ് ചെയ്യണം. നമ്മൾ ഈ വാക്സിൻ അടിച്ച് നമ്മളെല്ലാ വെയിനിലൂടെയും പോകണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പീരീഡ്, ക്രൂഷ്യൽ പീരീഡ് ആണ്. ഇതനുസരിച്ച് എന്തെങ്കിലും സൈഡ് എഫക്ട് വല്ലതും എന്തെങ്കിലൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അറിയാലോ. സർ ജോക്കർ സർ ഓക്കെ അല്ലേ? ചന്തി ഇത്രല്ലേ ഉള്ളൂ. നന്ദിയുണ്ട്. രാഘവൻ സാർ കോച്ചിന് കുത്തിയില്ലല്ലോ. മൈൻഡ് ചെയ്യാതെ ഞാൻ അങ്ങ് പോട്ടെ അങ്ങോട്ട്. പോയിട്ട് വരാം, അടുത്ത വീട്ടിലോട്ട് എന്റെ കൂടെ തിരിച്ചു ഓടി വരട്ടെ ഇവിടെ വരെ കേട്ടാ. ഹലോ ആ ജോക്കി, ഞാൻ താഴോട്ട് വന്നേല്ലേ കൂടെ? ഓ ഞാൻ കണ്ടില്ലായിരുന്നു. വാ വാ വാ. എന്താ എവിടെ ഓടി പോന്നത്? ഞാൻ ജോക്കി ഫ്രണ്ടിലോട്ട് പോയെന്ന് വിചാരിച്ചു. ഓടിക്കോ 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 ഓടിക്കോ. ഓ പോയിട്ട് വരാം. ഓ പോയിട്ട് താങ്ക് യു. എന്തിന്? വെറുതെ നിൽക്കുമ്പോൾ ഊസി കുത്തിട്ട് പോയി. നമുക്ക് ആവശ്യമുള്ള മരുന്നാണ് കേട്ടാ. റെഡി 1 2 3 സ്റ്റാർട്ട്. തോപ്പിച്ചളഞ്ഞല്ലോടാ നീ അങ്ങ് ഇങ്ങോട്ട്. നീ ഇവിടെ നീ പറ. ഒന്നാമത്തെ ചോദ്യം, ആരാണത്? ആ കുട്ടിയുടെ പേര് റബേക്ക. ആ കുട്ടി ഓ മറ്റേ പഴയ റബേക്ക എന്നല്ലേ? അതെ. എന്തിന് ഗാംഗൂസി കേറ്റി? ഇൻഫോ പാസ് ചെയ്യാൻ. എന്ത് ഇൻഫോ? മിസ്റ്റർ എക്സിന്റെ സൈഡിൽ നിന്ന് ഗണ്ണിന്റെ കാര്യം അന്ന് ജോക്കിയുടെ മുമ്പിൽ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? എന്നെ കണ്ടിട്ടൊരു ഊളയായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല. ചിലപ്പോ ജോക്കി ഇടത്തെ സൈഡ് നോക്കിയാൽ ചിലപ്പോ തോന്നുമായിരിക്കും. ആ ഞാൻ എല്ലാം വിളിച്ചു പറയും. നിങ്ങളെ വിളിച്ചോ കളവാ ഇങ്ങോട്ട്. അപ്പൊ ഇത് ഇന്നലെ മൊത്തം ഞാൻ കേൾക്കലൂടായിരുന്നു, മനസ്സിലായി? അതായത് ഈ പറഞ്ഞ മിസ്റ്റർ എക്സ്. അപ്പൊ ഇങ്ങനെ ഒരു ഇൻഫോ പാസിങ്ങും ഇങ്ങനെ ഒരു സാധനവും എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ജോക്കി അതാ പറഞ്ഞത്. ഞാനൊരു കാര്യം ഉള്ളതുപോലെ പറയാം. എന്റെ അടുത്ത് ഇപ്പൊ ഒരു കാര്യം ഉണ്ടെങ്കിൽ തുറന്നങ്ങ് സംസാരിക്കുക. ഞാൻ കൊല്ലാൻ പോകുന്നുണ്ടോ, ഞാൻ തിന്നാൻ പോകുന്നുണ്ടോ, ഉള്ളതുപോലെ പറയാം. എന്റെ അടുത്ത് എന്തിനാണ് ഈ കള്ളങ്ങൾ ഇങ്ങനെ ചമഞ്ഞു കൂട്ടുന്നത്? എന്തിനാണ് വാസു? കള്ളമല്ല ജോക്കി, ഞാൻ സത്യം പറയട്ടെ അമ്മ. ഞാൻ സത്യം പറയട്ടെ, തുറന്ന് സംസാരിക്കും ജോക്കി. ഞാൻ ഉണ്ടല്ലോ, ഞാന് ഈ കുട്ടി പണ്ടത്തെ റബേക്ക ഓർമ്മയില്ല ജോക്കിക്ക്? പണ്ടത്തെ റബേക്ക വർഷങ്ങൾക്ക് ശേഷം നമ്മൾ പഴയ ഒരു സുഹൃത്തിനെ റോഡിൽ വെച്ച് കാണുന്നു. വീടിന്റെ ഫ്രണ്ടിൽ വെച്ച് കാണുന്നു. വീടിന്റെ ഫ്രണ്ടിൽ വെച്ച് കണ്ടപ്പം ഞാൻ അന്നേരം ജസ്റ്റ് അവളിങ്ങനെ ഗേറ്റിന്റെ അടുത്തോട്ട് വന്നു. അപ്പൊ ഞാൻ ആ ഗേറ്റിന്റെ ഗേറ്റിൽ നിന്ന് ഒരു 97 95 അല്ലെങ്കിൽ ഒരു 82 സെന്റിമീറ്റർ. 82 സെന്റിമീറ്റർ. 82 സെന്റിമീറ്റർ. 82 സെന്റിമീറ്റർ. ആ ഡിസ്റ്റൻസ് കറക്റ്റ് നിൽക്കുമായിരുന്നു. ആ സെന്റിമീറ്റർ നിന്ന് അപ്പൊ പെട്ടെന്ന് ഈ കുട്ടി എന്റെ അടുത്തോട്ട് പറയുന്ന കേൾക്കാൻ വേണ്ടിട്ട് ആ ഗേറ്റിൽ നിന്ന് 82 സെന്റിമീറ്റർ കടന്ന് ഫ്രണ്ടിലോട്ട് വന്നു. ജസ്റ്റ് 82 സെന്റിമീറ്റർ.
അപ്പോഴത്തേക്കിനുണ്ടല്ലോ ജോക്കി നമ്മളിവിടെ നിൽക്കുമ്പോ തല ഇരിക്കുമ്പോ വാലാടുന്ന കണ്ട ജോക്കിക്ക് വിഷമം വരുമല്ലേ? പെട്ടെന്ന് കണ്ണാപ്പി ചാടി എണ്ണീറ്റിട്ട് ഗ്യാങ്ങോസ് പെണ്ണിനെ കേറ്റുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ നിൽക്കുക പെണ്ണൊന്നും കേറിയില്ല. ഞാൻ പറയട്ടെ ജോക്കി, ഞാൻ പറയുക ബാക്കിയുടെ പറയുന്നത് കേൾക്കുക. ഗ്യാങ്ങോസ് പെണ്ണിനെ കേറ്റുന്നു എന്നൊക്കെ പറഞ്ഞ് മറ്റേ ഭയങ്കര ഷോ അവിടെ. ഇവിടെ ജോക്കി ഇല്ലാത്ത സമയത്ത് ഇവനൊക്കെ എല്ലാ പെണ്ണുങ്ങളെ കൊണ്ട് ഇതിനകത്ത് ഒട്ടൊക്കെ അടിച്ചിട്ട് പോയതാ. എന്നിട്ട് ഞാൻ ഒരു വാണിംഗ് കൊടുത്ത് വിട്ടിരുന്നതാ. അന്ന് ഞാൻ ഇവനെ നല്ല പോലെ അങ്ങ് വഴക്ക് പറഞ്ഞു, ജോക്കി പിടിച്ചു നിർത്തിയിട്ട് നീ നിന്നെ അടിച്ചിറങ്ങി കളയും, നിന്നെ സസ്പെൻഡ് ചെയ്യും, അടിച്ച് കറക്കളയും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഭയങ്കര സംസാരിച്ച് ദേഷ്യപ്പെട്ട്. ഇവൻ ആ ഉള്ളിൽ ആ ഗ്രഡ്ജ് വെച്ച് അവൻ ഇങ്ങനെ ഇരുന്ന് എന്നെങ്കിലും ഒരു ദിവസം എന്റെ സൈഡിൽ നിന്ന് ആരെങ്കിലും ഇതിനകത്ത് തിരിച്ചു കയറുവാണെങ്കിൽ അതിന് റിപ്ലൈ പറയണമെന്ന് വിചാരിച്ച് അവൻ ഇരുന്ന് അങ്ങനെ ഓർത്ത് വെച്ച് ഏകദേശം 1.5 വർഷം മുമ്പുള്ള സംഭവം ഇത്. എന്നിട്ട് ഈ കൊച്ചു വന്നപ്പോ ഈ കണ്ണാപ്പി എന്റെ അടുത്ത് ചാടി കയറി പറഞ്ഞ് ഗ്യാങ്ങോസ് പെണ്ണിനെ കയറ്റി അത് കയറ്റി ഇത് കയറ്റി എന്നൊക്കെ. അപ്പൊ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ പറഞ്ഞു ആ കയറ്റിവിടാ, നീയല്ല, ഞാൻ ഇവിടെ ഇല്ലേ, ഞാൻ ലീഡറല്ലേ, ഞാൻ ഇവിടെ അകത്ത് ഒന്നും കയറ്റിയില്ലല്ലോ, ജസ്റ്റ് ഇവിടെ വരെ അല്ല ഇതാക്കിയുള്ളൂ, ഇതിന്റെ അകത്ത് കയറിയാൽ നീ എന്നെ എന്തെങ്കിലും ചെയ്തു കളയോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഗ്യാങ്ങോസിൽ നിന്ന് ഒരു കറക്റ്റ് 890 സെന്റിമീറ്റർ ഫ്രണ്ടിലോട്ട് നടന്ന് ഈ 890 സെന്റിമീറ്ററിന്റെ അവിടെ വെച്ച് പറഞ്ഞാൽ അവിടെ നിന്നിട്ട് പറഞ്ഞു എനിക്കറിയാം അതിന്റെ അപ്പുറത്തോട്ട് കൊണ്ടുവന്ന ഇതാവുന്നു എനിക്കറിയാം. അത് പറഞ്ഞ് ഈ 890 സെന്റിമീറ്റർ കറക്റ്റ് അവിടെ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വാ റബേക്ക, ആരാ ചോദിക്കുന്നതെന്നൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. അന്നേരം അകത്തോട്ട് വന്ന 890 സെന്റിമീറ്ററിന്റെ ആ ഫോട്ടോ ആണ് ജോക്കിയെ കൊണ്ട് കാണിച്ചു തന്നിരിക്കുന്നത്. ഒരു ട്വിസ്റ്റ് പറയട്ടെ, പറ. ഇത് കണ്ണാപ്പിയല്ല എന്നെ കാണിച്ചത്. അല്ല, ഇതാണ് സംഭവം. അന്നേരം ഗ്യാങ് മെമ്പേഴ്സ് കുറെ പേരുണ്ട് അവിടെ ചുറ്റും നിൽക്കുക. ഇതാണ് അപ്പൊ സംഭവം. ഇതാ സംഭവം. അകത്ത് കയറ്റിയില്ല, അവിടെ വരെ കയറ്റി. ഇല്ല, ഗ്യാങ് ഹൗസിനകത്ത് കയറ്റിയിട്ടില്ല. ഗ്യാങ് ഹൗസിനകത്ത് നിന്ന് കയറ്റിയ ഒരു ഫോട്ടോ കാണിക്കാൻ പറഞ്ഞാൽ ഞാൻ ഇപ്പൊ ഇപ്പൊ എന്റെ ഈ ലീഡർ സ്ഥാനം എടുത്ത് ഞാൻ ചന്ദ്രൻ കൊടുത്ത് ഞാൻ ഇറങ്ങും. കാര്യം പറ്റേ മറ്റേ നമ്മുടെ സംസാരങ്ങൾ ക്ലിയർ ആയി നമുക്കൊരു ക്ലാരിറ്റി വേണ്ടി വേണം. നമുക്ക് ഇങ്ങനെ ഒരു ഇതൊഴിച്ച് വന്ന് ഇതിങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവേണ്ട ഇത് ഇങ്ങനെയാണ് കാര്യങ്ങൾ. നമ്മൾ എനിക്ക് നിന്നെ വിശ്വാസം, അപ്പം ഇതൊന്ന് ചോദിക്കണമായിരുന്നു, ക്ലിയർ ആക്കണമായിരുന്നു. അത്രേ ഉള്ളൂ ജോക്കി. ഞാൻ പിന്നെ ഗണ്ണിന്റെ കാര്യം പറഞ്ഞത് ഇൻഫോ പാസ് ചെയ്യാന്ന് പറഞ്ഞ ശരിക്കും റബേക്ക അവിടെ വന്നത് ഈ ഇൻഫോ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ ഗ്യാങ് ഹൗസിനകത്ത് കയറ്റേണ്ട ആവശ്യമില്ലായിരുന്നു, ഒരു ഇൻഫോ പാസ് ചെയ്യാനാണ് വന്നത്. ഞാൻ അത് ആദ്യം തൊട്ട് പറയാന്ന് വിചാരിച്ചപ്പോഴാണ് ജോക്കി മണ്ടനാണോ എന്നൊക്കെ ചോദിച്ചില്ലേ. സംശയിച്ചിട്ടൊന്നും ഇല്ല, മനസ്സിലായത് എന്താണ് വെല്ലുമോൻ ആണ് എനിക്ക് ഷെയർ ചെയ്തത്. എന്നിട്ട് പറഞ്ഞ് അണ്ണൻ ഗ്യാങ് ഹൗസ് പെണ്ണിനെ കയറ്റി, ഇതിന് മുന്നേയും കയറ്റി, ഇത് കഴിഞ്ഞും കയറ്റി എന്നൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ചെറുക്കനെ കുറിച്ച് മോശമായിട്ട് സംസാരിക്കാന്ന് പറഞ്ഞപ്പോ എനിക്ക് ഫോട്ടോ അയച്ചു. ജോക്കി ഹലോ അണ്ണാ, ഹലോ ആരാ? ഫ്രീയേ അല്ല, എനിക്ക് പൈസ തരണം, ഫ്രീ അല്ല. പറഞ്ഞു ജോക്കി. എന്താ ആരാ ചോദിച്ചു? എന്താ ചോദിച്ചു? ആരോ വിളിച്ചിട്ട് ഫ്രീ ആയിരുന്നു എന്നെ വിളിച്ചിട്ട്. സമാധാനം ഉണ്ടായിരുന്നു, വീട്ടിൽ വരുമ്പോ ഒരു സമാധാനം ഉണ്ടായിരുന്നു. ഈ മുണഞ്ഞൻ ഇന്ന് എങ്ങനെ കേറി വന്നിരുന്നു ആരുമ്പോഴാണ് എന്താ പുറകെ വരുന്നുണ്ട്. എടാ ചന്ദ്ര, എനിക്ക് നിന്നോടൊരു ചോദ്യം ചോദിക്കണം. ഒറ്റ ചോദ്യം ചോദിച്ചോ. നീ ഗ്യാങ് ഹൗസിൽ പെണ്ണുങ്ങളെ കേട്ടിട്ടുണ്ടോ? ഇല്ല, നോ ലൈവ് ബ്ലാസ്റ്റ് ഇൻ ഗ്യാങ് ഹൗസ്. പുറത്തോ? യെസ് ഐ ഡു, മൾട്ടിപ്പിൾ ടൈംസ്. ഞാൻ ഒരു കാര്യം പറയാം ജോക്കി. ഒരു ദിവസം ഇവന്റെ പെണ്ണുമ്പിള്ളയുടെ ചേച്ചിയും പിന്നെ ഇവന്റെ മോനും കൂടെ വന്ന് ഗ്യാങ് ഹൗസിനകത്ത് കയറി കട്ടിലെ വരെ തൂറി മെഴുകിയിട്ട് പോയി. ജോക്കിയുടെ കട്ടിലയിൽ വരെ ഇതാക്കി. ഞാനാണ് കൊണ്ടുപോയി ഡ്രൈ ക്ലീൻ ചെയ്ത് അവിടെ വെച്ചത്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഗ്യാങ്ങിനൊരു സൽപ്പേരുണ്ട്, മനസ്സിലായോ? അത് ഓൾറെഡി കഴിഞ്ഞ ദിവസം നിന്റെ കുടുംബത്ത് പോയി ഞങ്ങൾ പോയി. നാണം ഇല്ലാത്തവനെ, നീ തോക്കിനകത്ത് മറിച്ചൊരു വിറ്റില്ലോടാ നമ്മുടെ തോക്ക് കൺസ്യൂമന്റ് പിള്ളേരടിച്ചോണ്ട് വന്നിട്ട്. അന്തസ്സില്ലാത്തവനെ, പിന്നെ അണ്ടിയില്ലാത്തവനെ വിളിക്കുന്നില്ല. അതില്ലാത്തോണ്ട് പിന്നെ വിളിച്ചിട്ട് കാര്യമില്ല. ഇതിനെ സസ്പെൻഡ് ചെയ്തില്ലോടാ നിന്നെ. അടുത്ത ഗ്യാങ് മീറ്റിംഗ് പബ്ലിക്കായിട്ട് ഇത് പറയണം. എടാ എല്ലാരെയും വിളിച്ചങ്ങോട്ട് പറയണടാ. ഇവൻ ഈ കാണിക്കുന്ന ഷോ ഉണ്ടല്ലോ, ഇവന്റെ സിഗരറ്റ് കടിയും. എടാ നിന്റെ ആറ്റിറ്റ്യൂഡ് ഒക്കെ കണ്ടാ തോന്നുന്നു നീ എന്തോ വലിയ യുദ്ധത്തിനൊക്കെ പോയിട്ട് തിരിച്ചു വരുവായിരുന്നു. പിന്നെ തള്ളക്കി വിളിച്ച് പോയി വെളിയിൽ പോയിട്ട് വന്നിട്ട് കംബാക്ക് എന്ന്. ഞാൻ എന്ത് ചെയ്തു ഇവിടെ? നീയാണ് ഇത്ര ഇഷ്യൂ ഉണ്ടാക്കിയത് ചന്ദ്ര. നീ ഇത്ര ഇഷ്യൂ നീയാണ് ഇവിടെ ഉണ്ടാക്കിയത്. CC കൂടി വണ്ടി എടുത്ത് പിള്ളേര് തലക്കി വെച്ച് കൊടുക്കട്ടെ. മറ്റേ ഗാരുവേഴ്സിന്റെ കഥ പിന്നെ പറഞ്ഞാൽ മതിയോ? ഞാൻ അതിന്റെ ബാക്കി ഉണ്ടായിരുന്നല്ലേ. പിന്നെ പിന്നെ പറയാം. അണ്ണുവിനെ ഗ്യാങ് ലിസ്റ്റിൽ ഇട്ടായിരുന്നു ആസണ.
എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, ജോക്കിക്ക് ഗാങ്സിലോട്ട് വേണം ഇപ്പൊ എടാ എനിക്ക് തൽക്കാലത്തേക്ക് അതിന്റെ ആവശ്യമില്ല. ഒന്നാമത്തെ കാര്യം ജോക്കി വെറുതെ വന്ന് നിന്നാ മതി ജോക്കി. 1000 ഓറ. 1000 ഓറ. രണ്ടാമത്തെ കാര്യം 1000 ഓറയാ? 1000 ഓറ അത് തരാം. അണ്ണുവിന്റെ ഞാൻ അണ്ണൂര് കുറച്ച് ഗാർഡ്സിനെ ഏർപ്പാടാക്കിയായിരുന്നു. ആ പിള്ളേരൊക്കെ കുറച്ച് നാൾ ഇവിടെ ഇല്ലായിരുന്നു. അവരൊരു വേറൊരു VIP യുടെ ഇതിനു വേണ്ടി പോയ അവര് വന്നിട്ടുണ്ട്, തിരിച്ചു സിറ്റിയില്. അങ്ങനല്ല, അവര് വേറെ സിറ്റിയില് കാശിന് വേണ്ടി പോയതാ. കുഴപ്പമില്ല, അതെന്താ ആയിക്കോട്ടെ. അപ്പൊ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാ, ഈ ചന്ദ്ര നീയാണ് ഈ പിള്ളേർക്ക് ഒരു മാതൃകയായിട്ട് നിൽക്കേണ്ടത്. കോഹ്ലി എന്ന് പറയുമ്പോ ദൈവത്തെ ഓർത്ത് നീ ലൈവ് ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നാണമുണ്ടോ ഈ കുട്ടിക്കൊരങ്ങനെ മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും ലൈവ് ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞ് നടക്കാനായിട്ട്? വല്ല ഉളുപ്പുണ്ടോ? അറ്റ്ലീസ്റ്റ് ഈ പിള്ളേർ കണ്ടുപിടിക്കുമ്പോ മുമ്പിലെങ്കിലും ഈ നേരെ ചൊവ്വേ നടന്നൂടെ? എന്താണ് ഈ ലൈവ് ബ്ലാസ്റ്റ്? എവിടെ പോയാലും ലൈവ് ബ്ലാസ്റ്റ്. ചന്ദ്ര സത്യം പറഞ്ഞാൽ നിന്നെ സസ്പെൻഷനിൽ നിന്ന് മാറ്റാനായിട്ട് ഒരു അർഹതയില്ല നിനക്ക്. ഡോർക്കിയുടെ ബർത്ത്ഡേ ആണ് ഇന്നോ? അന്ന് ക്ഷമിക്കണോ, ഞാൻ ഇനി നേരായ പാതകളിൽ തുറക്കാൻ ശ്രമിക്കാം. എന്നാലാവത് ഡോർക്കിയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. ഡോർക്കിയുടെ ബർത്ത്ഡേ ആണോ? നമ്മൾ ഡോർക്കിയുടെ ബർത്ത്ഡേ ആണോ? ഓക്കെ. ഡോർക്കി മോനെ ഹാപ്പി ബർത്ത്ഡേ ഡോർക്കി. ഡോറിന്റെ കീയാ? നീ അതില് പറഞ്ഞ ഡോർക്കി നമ്മുടെ ഗ്യാങ്ങിലുണ്ടല്ലേ. ഡോറിന്റെ ഡോർക്കി. ചന്ദ്ര കത്തി എല്ലാരും കത്തി. ചന്ദ്രശലഭം ഹലോ എടാ കേക്കാവോ? ഡോർക്കി ആരളിയോ? ഭരതനല്ലേ? ഭരതൻ